നമഃ ശിവായ 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 നമഃ ശിവായ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീ ശിവമഹാപുരാണ യജ്ഞത്തിലെ 6ാം ദിവസമാണ് ഇന്ന്. നാം പാരായണം ചെയ്ത് കൊണ്ടിരിക്കുന്നത് 7 സംഹിതകളുള്ള ഈ പുരാണത്തിലെ 3ാമത്തെ സംഹിത ആയിട്ടുള്ള ശതരുദ്ര സംഹിതയാണ്. അനേകം ശിവ അവതാരങ്ങളെയാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഇപ്പൊ കഥാഭാഗങ്ങളെ പറഞ്ഞു വന്നത് 2ാമത്തെ സംഹിതയിലെ രുദ്രസംഹിതയിലെ യുദ്ധഖണ്ഡം. അതിൽ ഒടുവിലായി പറഞ്ഞ ഒരു കഥാഭാഗമാണ് ബാണാസുരന്റെ ചരിത്രം. പുരാ ബാണാസുരോ നാമ ദൈവദോഷാചതുർവിധ കൃത്വാ താണ്ഡവനൃത്യം ച തോഷയാമാസ ശങ്കരം. മഹാബലിയുടെ പുത്രനായിട്ട് പ്രഹ്ലാദന്റെ പരമ്പരയിൽ നരസിംഹമൂർത്തിയുടെ ഉപാസകനായിട്ടുള്ള പ്രഹ്ലാദൻ ആ നരസിംഹ അവതാരത്തെക്കുറിച്ചും പ്രഹ്ലാദന്റെ ഭക്തിമഹിമയെക്കുറിച്ചും ശ്രീമദ് ഭാഗവതത്തിലൊക്കെ വിസ്തരിച്ചു കാണാം. ആ പരമ്പരയിലാണ് ബലി, അതുപോലെ ബലിപുത്രനായിട്ട് ബാണൻ. ബാണാസുരൻ വലിയൊരു ശിവഭക്തനായിരുന്നു. ആ ബാണാസുരൻ ഒരിക്കൽ ശ്രീപരമേശ്വരൻ താണ്ഡവനൃത്തം ചെയ്യുന്ന സമയത്ത് പ്രദോഷസന്ധ്യാവേളയിൽ താണ്ഡവനൃത്തം ചെയ്യുന്നു എന്നാണ്. പ്രദോഷസന്ധ്യയുടെ മഹിമയും അത് തന്നെയാണ്. ത്രയോദശി എന്നുള്ള തിഥി, സൂര്യ അസ്തമയത്തോടുകൂടി ത്രയോദശി തിഥി ഉണ്ടെങ്കിൽ അന്ന് പ്രദോഷമാണ്. പലപ്പോഴും പലരും ഇങ്ങനെ സംശയം ചോദിക്കും, ഇന്നാണോ പ്രദോഷം, നാളെയാണോ പ്രദോഷം? വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഞ്ചാംഗമോ കലണ്ടറോ ഒക്കെ നോക്കിയാൽ ത്രയോദശി എന്നുള്ള തിഥി എത്ര സമയമുണ്ട് നോക്കുക. അപ്പം അത് സൂര്യാസ്തമയം വരെ ഉണ്ട് എങ്കിൽ 30 നാഴികയോ ഒക്കെ, അതിലും അല്പം കൂടുതലോ ഉണ്ടെങ്കിൽ തന്നെ ആ സൂര്യാസ്തമയം അത് ത്രയോദശിയായിരിക്കും അന്ന് തിഥി. അപ്പം ഏകദേശം അങ്ങനെയാണ് അതിനെ കണക്കാക്കുക. ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് വരുന്ന ദിനത്തിനെ പ്രദോഷം. പ്രദോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ താണ്ഡവനൃത്തം ചെയ്യുന്നു എന്നാണ്. പ്രദോഷ നൃത്തം. ഈ താണ്ഡവ നൃത്ത സമയത്ത് നല്ലൊരു നർത്തകന് അല്ലെങ്കിൽ നല്ലൊരു നർത്തകിക്ക് ഏറ്റവും ആ നൃത്തത്തെ ഭംഗിയാക്കാൻ വേണ്ടത് അതിൻ്റെ ഒപ്പമുള്ള താളമാണ്, വാദ്യങ്ങളുടെ ആ ഒരു അകമ്പടിയാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ നൃത്തം പിഴയ്ക്കും. ഭഗവാൻ വളരെ വേഗത്തിൽ നൃത്തം ചെയ്യുമ്പോൾ നന്ദികേശ്വരനൊക്കെയാണ് മൃദംഗം തുടങ്ങിയിട്ടുള്ള ആ വാദ്യങ്ങളെ കൊണ്ട് അകമ്പടി സേവിക്കുക. പക്ഷെ നന്ദികേശ്വരന് പോലും അത് പറ്റുന്നില്ല. അപ്പോഴാണ് ആ ബാണാസുരൻ ഈ ഭഗവാന്റെ താണ്ഡവ നൃത്തത്തിന് അനുകൂലമായിട്ട് ആ വളരെ വേഗത്തിൽ തന്നെ വാദ്യങ്ങളെ കൊണ്ട് ആ ഭഗവാനെ സേവിച്ചു. വലിയ സന്തോഷമായി. അങ്ങനെ തൻ്റെ ഭക്തനായിട്ടുള്ള ബാണന് മഹാദേവൻ എല്ലാ വരങ്ങളും കൊടുത്തു എന്നാണ്. ഇവിടെ പറഞ്ഞു 1000 കൈകളെ നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ 2 വശത്തും 500 വീതം കൈയുണ്ട് എന്ന് അർത്ഥമില്ല. അങ്ങനെ ഒരാളെ നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല. നമുക്ക് തന്നെ 2 കൈയാണ്, ആ സ്ഥാനത്ത് 500 വീതം കൈകളോട് കൂടിയിട്ടൊരാള്. അപ്പൊ അതിനൊരു മറ്റൊരർത്ഥമുണ്ട്. കൈകൾ എന്തിനു വേണ്ടിയിട്ടാണ്? പണിയെടുക്കാനാണ്, പ്രയത്നം ചെയ്യാനാണ്. അപ്പോൾ അത്രയും കൈകൾ എന്ന് പറഞ്ഞാൽ അത്രയും പ്രയത്നം ചെയ്യാനുള്ള ആ ഒരു ബലം കൊടുത്തു. അങ്ങനെ ബലശാലിയായിട്ട് ശക്തിശാലിയായിത്തീർന്ന ബാണാസുരൻ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇവിടെ
ബലം വർദ്ധിച്ചതോടുകൂടി ബാണന്റെ അഹങ്കാരം വർദ്ധിച്ചു. വീണ്ടും ബാണാസുരൻ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അങ്ങയെ എന്നും ഈ കൈലാസത്തിൽ വന്ന് ദർശിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? എൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് ഈ ബാണാസുരന്റെ കൊട്ടാരത്തിൽ ബാണനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാവൽക്കാരനെ പോലെ ഭഗവാൻ അവിടെ സാന്നിധ്യം ചെയ്തു. അങ്ങനെ നാൾക്ക് നാൾ ബാണന്റെ അഹങ്കാരം വർദ്ധിക്കുകയാണ്. ഒരു ദിവസം ബാണാസുരൻ ചെന്ന് ആ മഹാദേവനോട് പറഞ്ഞു, എൻ്റെ കൈത്തരിപ്പ് തീരുന്നില്ല, ഞാൻ പലതും ചെയ്തു നോക്കി, പർവ്വതങ്ങളെയൊക്കെ പൊടിച്ചു നോക്കി, എനിക്ക് പലരോട് യുദ്ധം ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ ആരും എന്നോട് യുദ്ധത്തിന് വരുന്നില്ല. എന്നെ കാണുന്നതും ദേവന്മാരൊക്കെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയാണ്. അതുകൊണ്ട് എൻ്റെ കൈത്തരിപ്പ് തീരാൻ എന്നോട് ഭഗവാനെ അവിടുന്ന് തന്നെ യുദ്ധത്തിന് വന്നാലും. അങ്ങനെ ബാണാസുരൻ മഹാദേവനോട് തന്നെ യുദ്ധത്തിനായിട്ട് വരാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവന് കൊടുത്ത വരം അപകടമായി. ഈ അസുരബുദ്ധിയുള്ള ഒരുവന് ഇങ്ങനെയുള്ള വരവും കൂടി കൊടുത്താൽ എന്താ സംഭവിക്കുക? പാമ്പിന് പാല് കൊടുത്തതുപോലെ എന്നൊരു ചൊല്ലുണ്ട്. ഈ വരം കൊടുത്തത് വേണ്ടിയിരുന്നില്ല, ഇനി ഇവന്റെ അഹങ്കാരം ഇല്ലാതെയാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപായം എന്ന രീതിയിൽ ഇവിടെ ഭഗവാൻ നിർദ്ദേശിച്ചു, ഇതിൻ്റെ ഈ കൈക്കരുത്ത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടാവും, നിന്നോട് യുദ്ധത്തിന് തുല്യനായ ഒരാൾ വരും. അതെപ്പോഴാണ്? ഈ ബാണാസുരന്റെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ആയുധപ്പുരയുടെ മുന്നിലെ ഒരു ധ്വജം, അതിലെ ആ കൊടിക്കൂറ എന്നാണോ പൊട്ടി താഴെ വീഴുന്നത്, അന്ന് നിന്റെ യുദ്ധമതം തീരും. ബാണനെ മടക്കി അയച്ചു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. ഒരു ദിവസം ബാണാസുരന്റെ കൊട്ടാരത്തിൽ ബാണാസുരപുത്രിയായിട്ടുള്ള ഉഷ, ആ ഉഷ എന്നുള്ള രാജകുമാരിക്ക് കൂട്ടുകാരിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക ചിത്രലേഖ ആണ്. ചിത്രലേഖ ബാണാസുരന്റെ മന്ത്രി കൂടിയായിട്ടുള്ള കുംഭാണ്ഡന്റെ പുത്രിയാണ്. അപ്പൊ ചിത്രലേഖയും ഉഷയും അന്തഃപുരത്തിലെ രാത്രിയിൽ ഉറങ്ങുന്നു. ഒരു ദിവസം ഈ രാജകുമാരി ഉഷ രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് സുതാജാന്തപുരേ കുത്തേ സ്ത്രീഭാവം ഉപലംഭിത ഗൗരിയാ സംപ്രേഷിതേനാപി ആകൃഷ്ട ദിവ്യമായ കൃഷ്ണാത്മജാത്മജേനാഥ ദുദന്തീസാ ഹ്യനാഥവൻ. ഇവിടെ പാർവതീദേവിയാണ് ഒരു വിദ്യ പ്രയോഗിച്ചു എന്നാണ്. ഈ കിടന്നുറങ്ങുന്ന രാജകുമാരിയുടെ ഉഷയുടെ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ കടന്നു വന്നതാണ്. കൃഷ്ണപുത്രൻ പ്രദ്യുമ്നൻ, രുക്മിണിയിലുണ്ടായ പുത്രനാണ് പ്രദ്യുമ്നൻ. ആരാണെന്ന് നമ്മൾ മുമ്പ് കേട്ടു, കാമദേവനാണ് പ്രദ്യുമ്നനായിട്ട് വരുന്നത്. ആ പ്രദ്യുമ്നന്റെയും പുത്രനാണ് അനിരുദ്ധൻ. ഈ രാജകുമാരി സ്വപ്നത്തിൽ കണ്ടു ഈ അനിരുദ്ധനെ. അതിസുന്ദരനായിട്ടുള്ള ഒരു യുവാവ് തൻ്റെ അടുത്ത് വന്നു നിൽക്കുന്നു. അപ്പോൾ ഉഷ മോഹിച്ചു പോയി, എനിക്ക് ഭർത്താവായിട്ട് ഇദ്ദേഹം തന്നെയാണ് വരേണ്ടത്. ഈ സ്വപ്നമൊന്നും അധികവും നമുക്ക് മുഴുവൻ കാണാൻ പറ്റില്ല. മിക്കവാറും നല്ല നല്ല സ്വപ്നം പകുതിയാവുമ്പോഴേക്കും തീരും. അപ്പോഴേക്കും എന്തെങ്കിലും ശബ്ദം കേൾക്കും, ആരെങ്കിലും വിളിക്കും, ഞെട്ടി എഴുന്നേൽക്കും, കഴിഞ്ഞു. ആകെ ഒരു വിഷമാവും, മുഴുവൻ കാണാൻ പറ്റിയില്ല. മുഴുവൻ കണ്ടിട്ട് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമാധാനം. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ്, മുഴുവനാക്കുന്നതിന് മുമ്പ് ആരോ വിളിച്ചു, ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് നീ കാരണം എനിക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല. പറയണതിന് പ്രസക്തിയൊന്നുമില്ല, സ്വപ്നം കാണുന്നതിനും ചിലവൊന്നുമില്ല അല്ലേ? നമുക്ക് ഇരുന്നുറങ്ങുമ്പോഴോ കിടന്നുറങ്ങുമ്പോഴോ ഒക്കെ സ്വപ്നം കാണാറുണ്ട്. പെട്ടെന്നാണ് ആ സ്വപ്നത്തിനൊരു അത് പൂർത്തിയാക്കാൻ പറ്റാതെ ഞെട്ടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ഉഷയും അതേപോലെ ഞെട്ടി ഉണർന്നു. എന്നിട്ട് കരയാൻ തുടങ്ങിയതാണ്. ഈ രാത്രിയിൽ ഇരുന്ന് കരയുന്ന ഉഷയോട് ചിത്രലേഖ ചോദിച്ചു, നീ എന്തിനാ കരയണത്? നിന്റെ ആരോ നിന്നെ ഉപേക്ഷിച്ചു പോയതുപോലെയാണല്ലോ കരയേണ്ടത്, നിനക്ക് എന്താ പറ്റിയത്? ഇവിടെ ഉഷ പറഞ്ഞു,
സഖി യദ്യേഷമേ ഭർത്ത പാർവത്യാവിഹിതപുര കേനോപായേനതേ ഗുപ്ത പ്രാപ്യതേ വിധിവന്മയ. ഇവിടെ പറഞ്ഞു ഉഷ, ഞാൻ ഒരു രാജകുമാരനെ സ്വപ്നത്തിൽ കണ്ടു. എനിക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ എൻ്റെ അന്തഃപുരത്തിൽ എത്തിക്കണം, എനിക്ക് ഇവിടെ ലഭിക്കണം, ഇപ്പൊ കാണണം. അപ്പൊ ആരാണെന്ന് ചോദിച്ചു. അതറിയില്ല ഉഷയ്ക്ക്. പിന്നെ ചിത്രലേഖ വേഗം ഒരു ഉപായം പ്രയോഗിച്ചു. ചിത്രലേഖയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നാരദ മഹർഷിയിൽ നിന്നും പല യോഗവിദ്യയും അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ തൻ്റെ കഴിവുപയോഗിച്ച് അന്നത്തെ പ്രസിദ്ധന്മാരായ രാജകുമാരന്മാരുടെയൊക്കെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. ബലിഖൽ രാമകൃഷ്ണൗജ പ്രദ്യുമ്നം നരസത്തമം. അപ്പൊ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു കാണിച്ചു. പുത്രനായിട്ടുള്ള പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കാണിച്ചു. അനിരുദ്ധന്റെ പ്രദ്യുമ്നപുത്രനായിട്ടുള്ള അനിരുദ്ധനും അന്നത്തെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. അനിരുദ്ധന്റെ ചിത്രം വരച്ചു കാണിച്ചപ്പോ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഉഷ മറുപടി പറഞ്ഞില്ല. അനിരുദ്ധം വിലിഖിതം പ്രാദ്യുമ്നിം വീക്ഷ്യ ലജ്ജിത ആസീത് അവാങ്മുഖീ ചോഷ ഹൃദയേ ഹർഷപൂരിത. പക്ഷേ ഉഷയുടെ മുഖം കൊണ്ട് ചിത്രലേഖയ്ക്ക് മനസ്സിലായി ഇതാണ് സ്വപ്നത്തിൽ കണ്ട ആള്. ഈ ചിത്രം അങ്ങോട്ട് കാണിച്ചു കൊടുത്തതും പതുക്കെ ലജ്ജിച്ച് തല താഴ്ത്തി, എന്നിട്ടോ കാലുകൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ പെൺകുട്ടികളുടെ ഒരു ലക്ഷണമാണ്. ലജ്ജയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് മറുപടി ഒന്നും പറയില്ല, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഉഷ കാലുകൊണ്ടിങ്ങനെ, പഴയ കാലത്തൊക്കെ കുട്ടികൾ പറയും ചേന വരയ്ക്കുകയെന്ന് പറയും. കാലുകൊണ്ടിങ്ങനെ വട്ടം വരയ്ക്കും, വെറുതെ ഒന്നുമില്ല. അതേപോലെ ആ ഉഷയുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കി ചിത്രലേഖ ഈ രാജകുമാരനെയാണ്, അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടത്. ഇനിയിപ്പോ രാത്രി പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ദ്വാരകയിൽ നിന്ന്. എളുപ്പമൊന്നുമല്ല, ദ്വാരകയിൽ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടാണ്, ആരും കാണാതെ വേണം. എന്തായാലും ഈ ചിത്രലേഖ ആ നാരദ മഹർഷിയുടെ തന്നെ അനുഗ്രഹത്തോടുകൂടി സഹായത്തോടുകൂടി രാത്രിയിൽ തന്നെ യോഗശക്തി കൊണ്ട് അവിടുന്ന് പുറപ്പെട്ട് ദ്വാരകയിലെത്തി. ആരുമറിയാതെ അന്തഃപുരത്തിൽ കടന്നു. ഈ അനിരുദ്ധനെ കിടന്നുറങ്ങുന്ന ആ തൽപ്പത്തോടുകൂടി ഉണർത്തണ്ടെന്ന് വിചാരിച്ചു. പാവം കിടന്നുറങ്ങിക്കോട്ടെ, അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുവന്നു, ഉഷയുടെ അന്തഃപുരത്തിലാക്കി. പ്രഭാതമായി അനിരുദ്ധൻ ഉണർന്നു നോക്കുമ്പോഴാണ് താൻ ദ്വാരകയിലല്ല, മറ്റേതോ ഒരു കൊട്ടാരമാണ്. ആദ്യം ഒന്ന് പരിഭ്രമിച്ചു പോയി. പിന്നെ ഉഷയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് ബാണാസുരന്റെ കൊട്ടാരമാണ്, ഈ സമീപത്ത് നിൽക്കുന്നത് രാജകുമാരി ബാണാസുരപുത്രിയായിട്ടുള്ള ഉഷയാണ് മനസ്സിലാക്കി. ഇങ്ങനെ ആരുമറിയാതെ ഈ അനിരുദ്ധൻ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ കടന്നുകൂടി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കാവൽക്കാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി എന്നാണ്. എങ്ങനെയാണത് മനസ്സിലായത്? രാജകുമാരിയുടെ അന്തഃപുരത്തിലേക്ക് കാവൽക്കാർക്കൊന്നും പ്രവേശനമില്ല, പക്ഷെ അവർക്ക് ചില സൂചനകൾ കിട്ടി എന്നാണ്. ഹതവ്രത, അവിടെ ബാണാസുരന്റെ കൊട്ടാരത്തിൽ ശിവക്ഷേത്രമുണ്ട്, ആ ശിവസന്നിധിയുണ്ട്. എന്നും പ്രഭാതത്തിൽ ഉഷ സ്നാനം ചെയ്ത് ഭഗവത് ദർശനത്തിനായിട്ട് പോവാറുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഉഷയെ ഈ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോണത് കാണണില്ല. അങ്ങനെ വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല. ചില സൂചനകളിൽ കൂടിയിട്ട് അവർക്ക് മനസ്സിലായി എന്തോ ഒരു അപാകത. രാജകുമാരിയുടെ അന്തഃപുരത്തിൽ ആരോ കടന്നിട്ടുണ്ട്, ഒരു യുവാവുണ്ട്, പുരുഷ ശബ്ദം കേൾക്കുന്നു അവിടെ നിന്ന്. അങ്ങനെയാണ് കാവൽക്കാർ ചെന്നു ബാണാസുരനെ വിവരം ധരിപ്പിച്ചു. കോപത്തോടുകൂടി ബാണാസുരൻ പെട്ടെന്ന് തന്നെ ഉഷയുടെ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുന്നു. ദേഷ്യം വന്നു എന്നാണ്. ബാണക്രോധപരീതാത്മ യുധി ശൗണ്ടോഹസന്നിവ കോയം ആഗതകാലശ ദുഷ്ടഭാഗ്യോ മൂഢധി. അങ്ങനെ കടന്ന് വരുമ്പോഴാണ് ഈ അനിരുദ്ധനെ കാണുന്നത്.
കാമാത്മജം തം ഭുവനൈക സുന്ദരം. നല്ല യോഗ്യനായിട്ടുള്ള ആളാണ്, നല്ല യുവാവാണ്, തൻ്റെ മകൾക്ക് അനുയോജ്യനുമാണ്. പക്ഷേ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരച്ഛനും ഒരമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മകളുടെ കൂടെ ഒരുത്തൻ കണ്ടാ തരക്കേടൊന്നുമില്ല, യോഗ്യന എന്ന് കരുതിയിട്ട് ഒരച്ഛൻ പറയുമോ എന്നാ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ? അങ്ങനെ അംഗീകരിക്കുകയൊന്നുമില്ല. സ്വാഭാവികമായിട്ടൊരു അഭിമാനം, തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൻ്റെ അനുമതിയില്ലാതെ തൻ്റെ അറിവില്ലാതെ കടന്നുകൂടിയ ആളാണ്. ശ്രീകൃഷ്ണ പൗത്രനാണ്. യുദ്ധം ചെയ്തു എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. ആദ്യമൊന്നും അനിരുദ്ധനെ ബന്ധിക്കാൻ പറ്റിയില്ല. പിന്നീട് ആ മായായുദ്ധത്തിൽ അനിരുദ്ധനെ ബന്ധിച്ചു, കാരാഗൃഹത്തിലാക്കി. അവിടുന്ന് ഈ വിവരം നാരദ മഹർഷിയാണ് ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിക്കുന്നത്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് അനിരുദ്ധൻ ദ്വാരകയിൽ ഇല്ല എന്നുള്ളതും, ഇപ്പോൾ ആ ബാണാസുരന്റെ കാരാഗൃഹത്തിൽ ബന്ധനത്തിലാണ് എന്നും അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു സൈന്യങ്ങളോടുകൂടി. അപ്പൊ ബാണാസുരനും പതിവ് പോലെ പ്രഭാതത്തിൽ ഉണർന്ന് പുറത്തു വന്ന് നോക്കുമ്പോഴാണ് ആയുധപുറയുടെ മുന്നിലെ കൊടിക്കൂറ പൊട്ടി വീണിരിക്കുന്നു. മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ യുദ്ധമതം അന്ന് തീരും, ഇന്ന് തനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അത് ആരാണെന്നും കൂടി അറിഞ്ഞപ്പോൾ കുറച്ച് ഭയമായി. ശ്രീകൃഷ്ണനോടാണ് താൻ യുദ്ധം ചെയ്യേണ്ടത്. വേഗം ബാണാസുരൻ മഹാദേവന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ അവിടുന്ന് തന്നെ യുദ്ധത്തിൽ സഹായിക്കണം. അങ്ങനെയാണ് യാദവ സൈന്യങ്ങൾ, കൃഷ്ണ സൈന്യങ്ങളും ശിവസൈന്യങ്ങളും തമ്മിൽ യുദ്ധമായി എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒപ്പം യാദവ സൈന്യങ്ങളെല്ലാവരും, മറുഭാഗത്ത് മഹാദേവന്റെ ഒപ്പം സുബ്രഹ്മണ്യൻ, അതുപോലത്തെ ഭദ്രകാളി തുടങ്ങിയിട്ടുള്ളവര് സന്നദ്ധരായിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിന്റെ ഒടുവിൽ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തൽക്കാലത്തേക്ക് മഹാദേവനെ ഒന്ന് മോഹിപ്പിച്ചു എന്നാണ്. ഒരു അസ്ത്രം പ്രയോഗിച്ചു, ജൃംഭണം എന്ന അസ്ത്രം പ്രയോഗിച്ചു. എന്നിട്ടാണ് കുറച്ചു സമയത്തേക്ക് ഭഗവാൻ ഒന്ന് മോഹിച്ചു പോയി. ആ സമയം നോക്കി ബാണാസുരന്റെ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ. അപ്പോഴാണ് ശ്രീപരമേശ്വരൻ ഒരു അസ്ത്രം, മാഹേശ്വര ജ്വരത്തെ സൃഷ്ടിച്ച് അയച്ചു. അതിന് പ്രത്യസ്ത്രമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ജ്വരത്തെ അയച്ചു. ഈ രണ്ട് ജ്വരവും കൂട്ടിമുട്ടിയിട്ട് അപ്പൊ അവിടെ കൃഷ്ണജ്വരം മാഹേശ്വര ജ്വരത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ്. ദേവദേവ മഹാദേവ ശരണാഗത വത്സല നമാമി ത്വാനന്ദശക്തിം സർവാത്മാനം പരേശ്വരം വിശ്വോൽപത്തി സ്ഥാന നാശഹേതും സജ്ഞപ്തിമാത്രകം ബ്രഹ്മലിംഗം പരം ശാന്തം കേവലം പരമേശ്വരം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യമേവ ച ക്ഷേത്രം ച പ്രാണ ആത്മാ ച വികാരസ്തത് സമൂഹക ബീജരോഹ പ്രവാഹസ്തു തന്മായേഷാ ജഗൽ പ്രഭോ തന്നിബന്ധം പ്രവദ്യേഹ ത്വാമഹം പരമേശ്വരം. ഭഗവാനെ, ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുകയാണ്. എനിക്ക് മറ്റോ ആരും തന്നെ ആശ്രയമില്ല. എനിക്ക് അഭയം തന്നാലും എന്നെ രക്ഷിച്ചാലും. അപ്പൊ അവിടെ തന്നെ അഭയം പ്രാപിക്കുന്ന ആ വൈഷ്ണവജ്വരത്തെ നാം അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് മഹേശ്വര ജ്വരം. ഭയക്കേണ്ടതില്ല. ആരാണോ ഈ സ്തുതി, ഈ ജ്വരസ്തുതി എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഭാഗവതത്തിലും ഈ ശ്ലോകങ്ങൾ കാണാം. ദശമസ്കന്ധത്തില് ഇവിടെയും ഉണ്ട്. ജ്വരസ്തുതി എന്നാണ് പറയുക. ഈ ജ്വരസ്തുതി ചൊല്ലുന്നവർക്ക് ജ്വരം തുടങ്ങിയിട്ടുള്ള വ്യാധികൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അഥവാ ജ്വരം പോലെയുള്ള വ്യാധികൾ വരുന്ന സമയത്ത് ഈ സ്തുതി ചൊല്ലുന്നത് വളരെ വിശേഷമാണ് എന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ശാന്തമാക്കി അനുഗ്രഹിച്ചു, മടക്കി അയച്ചു. പിന്നീടാണ് ആ ബാണാസുരന്റെ കരങ്ങളെയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ ഛേദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഈ അഹങ്കാരമൊക്കെ പോയി കഴിഞ്ഞു.
അതോടുകൂടി ബാണാസുരന് തൻ്റെ തെറ്റു മനസ്സിലായി. ശിവൻ ഒന്ന് വേറെയെന്ന്, അതുപോലെ വിഷ്ണു ഒന്ന് വേറെയെന്നൊക്കെ കണ്ട് ആരാധന ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായ ദേവതാഭാവങ്ങളിൽ ആരാധിക്കാറുണ്ട് എങ്കിലും ഒന്നിനെ നിന്ദിക്കുകയും മറ്റൊന്നിനെ വന്ദിക്കുകയും ചെയ്യുന്നത് പാടില്ല. നമ്മൾ ആരാധിക്കുന്ന ദേവതയെ ആരാധിച്ചോളൂ, ശിവനെ ആരാധിക്കുകയാണെങ്കിൽ പൂജിച്ചോളൂ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ പൂജിച്ചോളൂ. പക്ഷെ ഒന്നിനെ നിന്ദിച്ചുകൊണ്ട് മറ്റൊന്നിനെ പൂജിച്ചാൽ അത് ധർമ്മമല്ല എന്ന് ഇവിടെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ബാണാസുരൻ തൻ്റെ പുത്രിയെയും അതുപോലെ ബന്ധനത്തിലായിരുന്ന അനിരുദ്ധനെയും മോചിപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അവിടുന്ന് അവരെ യാത്രയാക്കി. ഭഗവാൻ അവരെയും കൂട്ടി ദ്വാരകയിലേക്ക് പോയി. ഈ ബാണാസുരൻ പിന്നീട് വളരെ കാലം ശിവഭജനം ചെയ്ത് ശരീരത്തിലൊക്കെ വ്രണങ്ങളായി തീർന്നു എന്നാണ്. എന്നാലും ആ ശിവഭജനം തുടർന്നുകൊണ്ട് ഒടുവിൽ ഭഗവത് അനുഗ്രഹം നേടി. പാപങ്ങളൊക്കെ പോയി ശുദ്ധിയായി, അഹങ്കാരമൊക്കെ ക്ഷയിച്ചു ബാണന്റെ. ആ ഭഗവാൻ തൻ്റെ ഗണങ്ങളിൽ പ്രധാനിയായിട്ട്, ശിവപാർഷദന്മാരിൽ പ്രധാനിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു ബാണാസുരനെ. അത്തരത്തിൽ ബാണാസുരന് അനുഗ്രഹത്തെ കൊടുത്തതായ ആ ഒരു കഥ ഇവിടെ പറഞ്ഞു. ഈ കഥ അനുസ്മരിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിലൊക്കെ അനുസ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാജയമുണ്ടാവില്ല ജീവിതത്തിൽ എന്ന് ഫലശ്രുതിയും പറഞ്ഞു. അങ്ങനെയാണ് ആ ബാണാസുരന്റെ ചരിത്രം അവിടെ സമർപ്പിക്കുന്നത്. ഈ മൂന്നാമത്തെ സംഹിതയിലെ, ശത്രുഘ്ന സംഹിതയിലെ പ്രസിദ്ധങ്ങളായ ശിവാവതാരങ്ങളിൽ ഒന്നാണ് ആ ശിവ അംശമായിട്ടുള്ള നന്ദികേശ്വരാവതാരം. നന്ദീശ്വരൻ അല്ലെങ്കിൽ നന്ദികേശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ശിവ പാർഷദന്മാരിൽ പ്രധാനി. ശിലാദൻ എന്ന മഹർഷിയുടെ പുത്രനായിട്ടാണ് ഈ നന്ദികേശ്വരന്റെ ആവിർഭാവം എന്ന് പറഞ്ഞു. ഇവിടെ സനകാദിയോഗീശ്വരന്മാരിൽ സനൽകുമാരൻ എന്ന ഋഷിക്ക് ഈ നന്ദികേശ്വരൻ തന്നെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഇനി നമ്മൾ ഈ ശതരുദ്ര സംഹിതയിലെ കഥകളൊക്കെ കേൾക്കുക. അപ്പൊ എപ്പോഴാണ് തനിക്ക് ആ ഭഗവത് അംശമായിട്ട് ജനിക്കാൻ കഴിഞ്ഞത്? നന്ദികേശ്വരൻ തന്നെ തൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. ശിലാദൻ എന്ന മഹർഷിക്ക് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാവണമെന്ന ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ശിവഭജനം ആരംഭിക്കുകയാണ്. വളരെ കാലം ശിവഭജനം ചെയ്തു. മഹേശ ഇതി ദുഷ്ടോ സിയതി വാ വരദശ്ചമേ ഇച്ഛാമി തത്സമം പുത്രം മൃത്യുഹീനമയോ നിജം. അദ്ദേഹത്തിന് ഗാർഹസ്ഥ്യം ഒന്നും ആഗ്രഹമില്ല, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വയ്യ. എന്നാൽ തനിക്കൊരു പുത്രൻ വേണം താനും. അതാണ് ഇവിടെ അയോനിജനായൊരു പുത്രനുണ്ടാവണം എന്ന് ശിലാദ മഹർഷി പ്രാർത്ഥിച്ചത്. അങ്ങനെ മഹാദേവനോട് പ്രാർത്ഥന ചെയ്തു. ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങേക്കൊരു പുത്രനുണ്ടാവും, നന്ദി എന്ന് പ്രസിദ്ധനായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്തർധാനം ചെയ്തത്. കാലം കഴിഞ്ഞു. ശിവാംശമായിട്ടുള്ള ഒരു പുത്രൻ അദ്ദേഹത്തിന് വന്ന് ഭവിക്കുകയാണ്. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് കൊണ്ട് ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. അതുകൊണ്ടാണ് നന്ദി എന്ന്. ത്വയാഹം നന്ദിതോ, എനിക്ക് വലിയ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു, അതുകൊണ്ട് നന്ദി. യസ്മാൻ നന്ദീ നാമനാ സുരേശ്വര തസ്മാത്വം ദേവമാനന്ദം നമാമി ജഗദീശ്വരം. നന്ദീശ്വരൻ, നന്ദികേശ്വരൻ എന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്നു. നാമകരണമൊക്കെ ചെയ്തു. യഥാകാലം വിദ്യ ഒക്കെ അഭ്യസിപ്പിക്കേണ്ട സമയമായപ്പോൾ അത്യാവശ്യം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു.
ഏകദേശം ഒരു 7 വയസ്സൊക്കെ ആയി ഈ നന്ദികേശ്വരന് 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഒരിക്കൽ ആശ്രമത്തിൽ മിത്രാവരുണന്മാർ എത്തിച്ചേർന്നു എന്നാണ്. അവര് ഈ ശിലാദ മഹർഷിയോട് പറയുകയാണ്, അങ്ങയുടെ ഈ പുത്രന് നന്ദികേശ്വരന് ആയുസ് കുറവാണല്ലോ എന്നാണ്. അല്പായുസാണ് അങ്ങയുടെ പുത്രൻ, അധികം താമസിയാതെ ആ കുട്ടി മരിക്കും എന്നൊരു സൂചന കൊടുത്തുകൊണ്ടാണ് ഈ മിത്രാവരുണന്മാര് അവിടുന്ന് മടങ്ങിയത്. അപ്പൊ ശിലാദ മഹർഷിക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ ശിവഭജനം ചെയ്തിട്ടാണ് എനിക്ക് ഈ പുത്രനെ ലഭിച്ചത്, എന്നാൽ ആ കുട്ടി അല്പായുസായി തീർന്നുവല്ലോ. അപ്പൊ അതാ മകനോട് തന്നെ നന്ദികേശ്വരനോട് തന്നെ പറയുകയാണ്, എനിക്കിനി അധികം കാലം നിന്നെ കാണാൻ കഴിയില്ല, നിന്റെ മരണം അടുത്തു കഴിഞ്ഞു, നീ അല്പായുസാണ് എന്നുള്ള ആ സത്യം നന്ദിയോട് തന്നെ പറയുകയാണ്. അപ്പൊ എന്താണ് ഈ മകൻ അച്ഛനോട് മറുപടി പറഞ്ഞത്? ദേവോവാ ദാനവോവാപി യമ കാലോധവാഭി യദ്യഭിഹേദേ മാമന്യേ വിജനാസ്തദാ അഥാപീച്ച അല്പമൃത്യുർമേന ഭവിഷ്യതി മാതുത സത്യം ബ്രവീമി ജനക ശപഥം തേ കരോമ്യഹം. എന്തായാലും അങ്ങ് എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട, ഞാൻ അല്പായുസാണ് എന്ന് കരുതി ദുഃഖിക്കണ്ട, ഞാൻ ശപഥം ചെയ്യുന്നു, ആ ഭഗവാനെ ഭജനം ചെയ്ത് എൻ്റെ ഈ ഒരു വിധിയെ ഞാൻ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ, ശിലാദ മഹർഷിയുടെ മുൻപിൽ ശപഥം ചെയ്തുകൊണ്ടാണ് നന്ദികേശ്വരൻ തപസ്സിനായിട്ട് പുറപ്പെട്ടത്. അങ്ങനെ അതികഠിനമായിട്ടുള്ള ആ തപസ് ആരംഭിച്ചു. അതവം തവ ഉഗ്രം സന്മുനീനാവി ദുഷ്കരം ഹൃൽപുണ്ഡരീക സുഷിരേ ധ്യാത്വാ ദേവം ത്രിയംബകം ത്രക്ഷം ദശഭുജം ശാന്തം പഞ്ചവക്രം സദാശിവം രുദ്രജാഭ്യമകാർഷം വൈ പരമധ്യാനമാസ്ഥിത. നന്ദികേശ്വരന്റെ ആ കഠിനമായിട്ടുള്ള തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തു, അനുഗ്രഹങ്ങളൊക്കെ നൽകി. ഭഗവാന്റെ ശിരസില് ആ ജടാമുടിയിൽ ധരിച്ചിരുന്ന ഒരു രുദ്രാക്ഷ മാലയെടുത്ത് നന്ദിയുടെ കഴുത്തില് അണിയിച്ചു. ഭഗവാൻ തന്റെ ആ ജടയിൽ നിന്നും ഗംഗയുടെ നിത്യസാന്നിധ്യമുണ്ട്, അവിടുന്ന് ജലമെടുത്തിട്ടാണ് അത് കൊണ്ട് നന്ദിയെ അഭിഷേകം ചെയ്തു എന്നാണ്. തതോ ജടാശ്രിതം വാരി ഗൃഹീത്വാഹാര നിർമ്മലം ഉക്താ നന്ദീ ഭവേദീഹ വിസുസർജ വൃഷധ്വജ. അങ്ങനെ ഭഗവാൻ തന്നെ ആ ഗംഗാജലം കൊണ്ട് നന്ദികേശ്വരനെ അഭിഷേകം ചെയ്തു, തൻ്റെ പാർഷദന്മാരിൽ ഒരാളായിട്ട് സ്വീകരിച്ചു എന്നാണ്. ശിവപാർഷദന്മാരിൽ പ്രധാനിയാക്കി സ്വീകരിച്ചു. അന്ന് നന്ദികേശ്വരനെ അഭിഷേകം ചെയ്ത് ആ ജലം 5 കൈവഴികളായിട്ട് താഴേക്ക് ഒഴുകി. അതാണ് പിൽക്കാലത്ത് 5 നദികളായിട്ട് അറിയപ്പെടുന്നത്. അതിന്റെ ഉത്ഭവസ്ഥാനം പഞ്ചനദം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നു. ആ നദികളുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. ജഡോദക, തൃശ്രോത, വൃഷധ്വനി, സ്വർണോദക, ജംബൂ നദി. ഇങ്ങനെ 5 നദികളായിട്ടാണ് ആ നന്ദികേശ്വരനെ അഭിഷേകം ചെയ്ത ജലം മാറിയത് എന്നും പറഞ്ഞു. അത്തരത്തിൽ ഭഗവത് പാർഷദനാക്കി മാറ്റിയ നന്ദികേശ്വരൻ പിന്നീട് ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെ ആ വിവാഹമൊക്കെ ചെയ്തു എന്ന് കാണാം. സുയേശ എന്നാണ് നന്ദികേശ്വര പത്നിയുടെ പേര്. അപ്പോൾ ഇവിടെ തപസ് ചെയ്ത് തന്റെ വിധിയെ പോലും മാറ്റിയ, ഒടുവിൽ ശിവപാർഷദനായിട്ട് മാറുന്ന, ചിരഞ്ജീവിയായിട്ട് തീരുന്ന, അല്ലെങ്കിൽ തന്റെ മൃത്യുവിനെ പോലും ജയിച്ച ഒരാളാണ് പിന്നീട് ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ട് നന്ദികേശ്വരൻ. ആ നന്ദികേശ്വര അവതാര ചരിത്രം, അതുപോലെ നന്ദികേശ്വരന്റെ അഭിഷേകം, അതൊക്കെയാണ് ഈ ശതൃത സംഹിതയിൽ പ്രസിദ്ധമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ശിവാംശമായിട്ടുള്ള അവതാര കഥ. അതും ഇവിടെ സമർപ്പിക്കുന്നു.
ശത്രുദ്ര സംഹിതയിലെ അടുത്ത ഒരു അവതാരം ഗൃഹപതി എന്നുള്ള അവതാരത്തെയാണ് പറയുക. നർമ്മദായാസ്തടേ രമ്യേ പുരേ നർമ്മപുരേ പുരാ പുരാവിഭക്ത പുരാരിഭക്ത പുണ്യാത്മാ ഭവൽ വിശ്വാനരോമുനി. നർമ്മദാ നദിയുടെ തീരത്ത് ഒരു ഭക്തനായിരുന്ന വിശ്വാനരൻ എന്ന പേരുള്ള ഒരാളുടെ ചരിത്രം പറയുകയാണ്. അദ്ദേഹം വേണ്ടതുപോലെ വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി പിന്നീട് വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ശുചിഷ്മതി എന്നാണ്. അങ്ങനെ വിശ്വാനരനും ശുചിഷ്മതിയും അവരുടെ ദാമ്പത്യം ആരംഭിച്ചു. കുറച്ചു കാലം കഴിഞ്ഞിട്ടും അവർക്ക് സന്തതികളൊന്നും ഉണ്ടായില്ല. അപ്പൊ പല പ്രായശ്ചിത്തങ്ങളും ചെയ്തിട്ടും പല പ്രാർത്ഥനകളും ചെയ്തിട്ടും അവർക്ക് സന്തതി ഭാഗ്യം ഉണ്ടായില്ല. വളരെ സങ്കടം ആയി രണ്ടുപേർക്കും. ഒടുവിൽ അദ്ദേഹത്തിന് തോന്നി കാശിയിൽ പോയിട്ട്, വാരാണസി ശിവക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് വാരാണസി, കാശി. ഇനി ഈ ദ്വാദശ ജ്യോതിർലിംഗ വർണ്ണനത്തിൽ കേൾക്കാം എന്താണ് കാശിയുടെ മഹിമ, മഹത്വം. അവിടെ വെച്ച് ശരീരം ഉപേക്ഷിച്ചാൽ പുനർജന്മമില്ല എന്നാണ്. അതുകൊണ്ടാണ് അവിമുക്തേശ്വരം, കാശിക്ക് അങ്ങനെ ഒരു പേരുണ്ട്. അതിനിപ്പോൾ എന്താ വിഷമം? അവിടെ പോയിട്ട് അങ്ങോട്ട് മരിച്ചാൽ പോരെ? സാധിക്കില്ല എന്നാണ്. നമുക്കതിന് യോഗമില്ലെങ്കിൽ നിങ്ങൾ എത്ര ബലം പിടിച്ചാലും ശരി, അവിടെ പോയി മുറി എടുത്ത് താമസിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി അങ്ങനെയൊക്കെ ആയാലും മരണസമയമാവുമ്പോൾ അവിടെ വെച്ച് മരിക്കാൻ യോഗമില്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അവിടം വിട്ട് ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവിടെ വെച്ചിട്ടാവും മരണം സംഭവിക്കുക. കാശിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്യണമെങ്കിൽ അത്ര പുണ്യം ഉണ്ടാവണം. അപ്പൊ വാരാണസിപുരിയിലേക്കാണ് ഇദ്ദേഹം പുറപ്പെട്ടത്. ഈ വിശ്വാനരൻ ശിവഭജനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം ചെയ്തു. അപ്പൊ കാശിയിൽ അനേകം ശിവലിംഗങ്ങൾ, പ്രധാന ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ കൂടാതെ വേറെ ധാരാളം ശിവലിംഗങ്ങളെ നമുക്ക് കാണാം. പല ഭക്തന്മാര് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന, പൂജിക്കുന്ന അനേകം ശിവലിംഗങ്ങളുണ്ട്. അപ്പൊ അതിൽ വീരേശ്വര ശിവലിംഗത്തെയാണ് ഈ വിശ്വാനരൻ പൂജിക്കാൻ തുടങ്ങിയത്. ദിവസവും രാവിലെ ഗംഗയിൽ കുളിക്കും, ഗംഗാജലം തന്നെ കൊണ്ടുവരും, ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യും, പൂക്കൾ കൊണ്ടുവരും, അർച്ചന ചെയ്യും. കിട്ടുന്ന നിവേദ്യം എന്താണോ, പഴങ്ങളോ മറ്റെന്തെങ്കിലും നിവേദ്യമായിട്ട് സമർപ്പിക്കും. ഇത്തരത്തിൽ ഈ ശിവാരാധനയെ ചെയ്തുകൊണ്ട് കാശിയിൽ തന്നെ അദ്ദേഹം കുറെ നാളുകൾ കഴിഞ്ഞുകൂടി. ആദ്യത്തെ ഒരു മാസക്കാലം ഒരിക്കൽ ആണ്, ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് എന്നാണ്. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് സമ്പ്രദായം, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കൂ. ഏകാഹാരോഭവൻ മാസം. പിന്നെ അടുത്ത ഒരു മാസക്കാലം പയോവ്രതം അനുഷ്ഠിച്ചുകൊണ്ട്. പയോവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ പാല് മാത്രം സ്വീകരിക്കുക, വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല. വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് മാത്രം പാനം ചെയ്യും. അടുത്ത ഒരു മാസം ശാകഫലാശന, പഴങ്ങളോ കിഴങ്ങുകളോ ഒക്കെ കഴിച്ചുകൊണ്ട്. പാകം ചെയ്തതൊന്നും കഴിക്കില്ല, വേവിച്ചതോ ചുട്ടതോ ഒന്നും കഴിക്കില്ല. പ്രകൃത്യാ നമുക്ക് കിട്ടുന്ന പഴങ്ങളോ കിഴങ്ങുകളോ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അടുത്ത ഒരു മാസം. അടുത്ത ഒരു മാസം മുഷ്ടിതിലാഹാരോ, ഒരു പിടി എള്ള് മാത്രം കഴിക്കുക, വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇതൊക്കെ വളരെ കഠിനമായിട്ടുള്ള വ്രതങ്ങളാണ്. സാധാരണ നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരു മാസം ഒരു നേരം ഒരു പിടി എള്ള് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ആഹാരത്തിന് മുൻപോ ശേഷമോ. ആദ്യം ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. അല്ലാതെ നമുക്ക് ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു ദിവസത്തിൽ ഒരു നേരം ഒരു പിടി എള്ള് മാത്രം കഴിച്ചുകൊണ്ട്
അത് 1-2 ദിവസം പോലെ 1 മാസം വേണം, നടക്കില്ല. ആ വ്രതം അനുഷ്ഠിക്കേണ്ടെന്ന് വെക്കുകയുണ്ടാവുള്ളൂ നമ്മൾ. അങ്ങനെ അടുത്ത 1 മാസക്കാലം 1 പിടി എള്ള് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ശിവഭജനം ചെയ്തു. പിന്നെ അടുത്ത 1 മാസം പഞ്ചഗവ്യം മാത്രം പാനം ചെയ്തുകൊണ്ട്. എന്താണ് പഞ്ചഗവ്യം എന്ന് മുൻപ് കേട്ടു. ഗോരസങ്ങളെ പ്രത്യേക അനുപാതത്തിൽ ചേർക്കുമ്പോഴാണ് 5 ഗവ്യങ്ങളെയും, ഗോമൂത്രം, ഗോമയം, പാല്, തൈര്, നെയ്യ്, ഈ 5 ഗവ്യങ്ങളെയും പ്രത്യേക അനുപാതത്തിൽ ചേർക്കുകയാണ്. ആദ്യം എടുക്കുന്നത് ഗോമൂത്രമാണ്, അതിൻ്റെ പകുതി ഗോമയം, അതിൻ്റെ ഇരട്ടി നെയ്യ്, അതിൻ്റെ 3 ഇരട്ടി തൈര്, അതിൻ്റെ 7 ഇരട്ടി പാല്. എങ്ങനെയാണ് അതിൻ്റെ അനുപാതം? അങ്ങനെ ചേർത്തതായ പഞ്ചഗവ്യത്തെ മാത്രം പാനം ചെയ്തുകൊണ്ട് 1 മാസം. അടുത്ത 1 മാസക്കാലം ചാന്ദ്രായണ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട്. പിന്നത്തെ മാസമാണ് കുശാഗ്രജലഭുക് മാസം. 1 മാസം കുശപ്പുല്ലിന്റെ അഗ്രത്തിലെ ജലം മാത്രം പാനം ചെയ്തുകൊണ്ട്. ചിന്തിക്കാൻ പോലും കഴിയില്ല. കുശ എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല് വെള്ളത്തിൽ മുക്കും, എന്നിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ എത്ര തുള്ളി വെള്ളം കിട്ടും? 2 അല്ലെങ്കിൽ 3 തുള്ളി വെള്ളം. അത് പാനം ചെയ്യും, അത് കുടിക്കും. അങ്ങനെ എല്ലാ ദിവസവും 1 മാസക്കാലം അങ്ങനെ വ്രതം അനുഷ്ഠിച്ചു. 3 നേരവും സ്നാനം ചെയ്യുന്ന, പ്രഭാതത്തില്, മധ്യാഹ്നത്തില്, സായാഹ്നത്തില് ഗംഗയിൽ സ്നാനം ചെയ്തു ഭഗവാന്റെ മുൻപിൽ സ്തോത്രങ്ങളെ ചെയ്യും. 1 വർഷം പൂർത്തിയായി എന്നാണ്. 1 സംവത്സരം ആ വ്രതം പൂർത്തിയായി. പതിവ് പോലെ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് താൻ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിന്റെ മുന്നിൽ, ആ ശിവലിംഗത്തിന്റെ മുന്നിൽ അങ്ങനെ വന്ന് തൊഴുതു നിൽക്കുമ്പോഴാണ് ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു എന്നാണ്. വിഭൂതിഭൂഷണം ബാലം 8 വർഷാകൃതിം ശിശും ആകർണായ നേത്രം ച സുരക്തദശനച്ഛദം ചാരുപിംഗജടാമൗലിം നഗ്നം പ്രഹസിതാനനം ശൈശവോചിത നേപഥ്യധാരിണം ചിരിധാരിണം. 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി എന്നാണ്, ഒരു ബാലൻ. 8 വയസ്സേ പ്രായം കണ്ടാൽ തോന്നൂ. നല്ല നീണ്ട കണ്ണുകളാണ്, ഭസ്മം ധരിച്ചിട്ടുണ്ട്, രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ ജട പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ കുട്ടിയായിട്ട് കണ്ടാൽ ശിവരൂപിയാണെങ്കിലും ഭഗവത് രൂപമാണെങ്കിലും അത്തരത്തിലുള്ളൊരു അവതാരം എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇപ്പൊ വിഷ്ണു അവതാരങ്ങളിൽ നമുക്ക് ഈ ബാലലീലകള് രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും ഒക്കെ കാണാം. അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിട്ട് തന്നെയാണ് വാമനനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണാവതാരത്തിൽ എത്രയോ ശ്രീകൃഷ്ണ ബാലലീലകൾ നമുക്ക് കേൾക്കാം. പക്ഷെ ശിവാവതാരങ്ങളിൽ അങ്ങനെ എവിടെയും പറഞ്ഞു കാണുന്നില്ല. പക്ഷെ ഒരു ചെറിയ ബാലനായിട്ട് അങ്ങനെ ആ ശിവലിംഗത്തിന്റെ മുന്നിൽ കാണപ്പെടുന്നു. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ്, കാശി വിശ്വേശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലായി ഈ വിശ്വാനരന്. സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാണ്. അതാണ് ഇവിടെ അടുത്ത 8 ശ്ലോകങ്ങൾ. 8 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അഷ്ടകം എന്നാണ് പറയുക. ഇവിടെ ഈ വിശ്വാനരനെ സ്തുതിച്ച അഷ്ടകത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അഭിലാഷാഷ്ടകം. ഈ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തോ അത് സഫലമാവുന്നതാണ്. അതുകൊണ്ടാണ് അതിന് അഭിലാഷാഷ്ടകം എന്ന പേര് പറഞ്ഞത്. ഏകം ബ്രഹ്മൈവ അദ്വിതീയം സമസ്തം സത്യം സത്യം നേഹനാനാസ്തി കിഞ്ചിത് ഏകോ രുദ്രോ നദ്വിതീയോ വദസ്തേ തസ്മാദേകം ത്വാം പ്രപദ്യേ മഹേശം കർത്താ ഹർത്താ ത്വം ഹി സർവസ്യ ശംഭോ നാനാരൂപേഷേകരൂപോപ്യരൂപ യദ്വൽ പ്രത്യഗ് ധർമ്മ ഏകോപ്യനേക തസ്മാന്നാന്യം ത്വാം വിനേശം പ്രപദ്യേ രജ്ജോ സർപ്പ ശുക്തികായാം ജരൗപ്യം നൈരപ്പൂരന്തൻ മൃഗാഖ്യേ മരീചോ യദ്യൽ സദ്വത് വിക്ഷ്വകേവ പ്രപഞ്ചോ യസ്മിൻ ജ്ഞാതേത്തം പ്രപദ്യേ മഹേശം തോയേ ശൈത്യം ദാഹകത്വം ച വഹ്നൗ താപോഭാനൗ ശീതഭാനൗ പ്രസാദ
പുഷ്പേ ഗന്ധോ ദുഗ്ധമധ്യേ വിസർപ്പി യത്തശംഭോ ത്വം തദസ്ത്വാം പ്രപദ്യേ. ശബ്ദം ഗൃഹാസ്യ ശ്രവാസ്ത്വം ഹി ജിഘ്രസ്യ ഘ്രാണസ്ത്വം വ്യഘ്രിരായാസി ദൂരാത് രക്ഷഃ പശ്യേൽ ത്വം രസജ്ഞോപ്യജിഹ്വ കസ്ത്വാം സമ്യക് വേദ്യതസ്ത്വാം പ്രപദ്യേ. നോ വേദ ത്വാം ഈശ സാക്ഷാദ്ധിവേദോ നോ വാ വിഷ്ണു നോ വിധാതാഖിലസ്യ നോ യോഗീന്ദ്രാനേന്ദ്രമുഖ്യാശദേവ ഭക്തോ വേദ ത്വാമതസ്ത്വാം പ്രപദ്യേ. നോ ദേ ഗോത്രം നോ സജന്മാപി നാശോ നോ വാ രൂപം നൈവ ശീലം ന ദേശ ഇത്തം ഭൂതോപീശരസ്ത്വം ത്രിലോക്യ സർവാൻ കാമാൻ പൂരയേസ്ത്വം ഭജേ ത്വാം ത്വത്തസർവം ത്വം ഹി സർവം സ്മരാരേ ത്വം ഗൗരീശസ്ത്വം ച നഗ്നോ ദിശാന്ത ത്വം വൈ വൃദ്ധസ്ത്വം യുവാ ത്വം ച ബാല തത്വം യൽകിം നാന്യതസ്ത്വാം നതോഹം. ഇങ്ങനെ 8 ശ്ലോകങ്ങളിൽ വർണ്ണിച്ചതായ ആ അഭിലാഷാഷ്ടകം എന്ന പ്രസിദ്ധമായ ഒരു ശ്ലോകം കൊണ്ട്, ആ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം ഭഗവാനെ സ്തുതിച്ചത്. എന്താണ് ആ പ്രാർത്ഥനയുടെ ഒരു താല്പര്യം, ആ സ്തോത്രത്തിന്റെ ഒരു താല്പര്യം? എങ്ങനെയാണ് ഭഗവാനെ അവിടുന്ന് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് വ്യാപരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ജലത്തിന്റെ ശീതളിമ പോലെ, ദാഹകത്വം ചവന്നു, അഗ്നിയുടെ ദാഹക ശക്തി പോലെ. അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്, ജലത്തിന് തണുപ്പുണ്ട്, ഇതൊക്കെ അതിനോട് ചേർന്നിരിക്കുന്നതാണ്. പൂക്കളുടെ സുഗന്ധം പോലെ, പൂവൊന്നു വേറെ അതിന്റെ സുഗന്ധം ഒന്ന് വേറെ, അങ്ങനെയല്ല, അതിനോട് ചേർന്നിരിക്കുന്നതാണ്. പൂക്കളുടെ സുഗന്ധം പോലെ, പാലിൽ വെണ്ണ പോലെ. പാലിലെ വെണ്ണ നമുക്ക് പാല് കൊണ്ട് മുന്നിൽ വെച്ചിട്ട് നോക്കിയാൽ കാണുമോ? കുറച്ച് പാല് കൊണ്ടുവന്നു, പാത്രത്തിൽ വെച്ചു, എന്നിട്ട് വെണ്ണ കിടക്കണം. അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ഇരുന്ന് നാമം ജപിച്ചാൽ മതി, വെണ്ണ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? പണിയെടുക്കണം. എന്താ ചെയ്യേണ്ടത്? പാല് കൊണ്ടുവന്ന്, ആർക്കൊക്കെ അതിനിപ്പോൾ സമയമൊന്നുമില്ല, പണ്ടൊക്കെയാണ് അത് പാല് കൊണ്ടുവന്ന് തിളപ്പിച്ച് ചൂട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഉറ വീഴ്ത്തി അല്പം മോരോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ചേർത്ത് ഉറ വീഴ്ത്തി, കുറച്ച് സമയം കഴിഞ്ഞത് ഉറ കൂടിക്കഴിഞ്ഞ് തൈരായി കഴിഞ്ഞാൽ അതിനെ കടകോല് കൊണ്ട് കടഞ്ഞിട്ടാണ് വെണ്ണ എടുക്കുക. എത്ര പണിയുണ്ട്! അതേപോലെ പ്രയത്നം ചെയ്താലേ നമുക്ക് ഈ ലോകത്തിൽ നിന്നും ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ പ്രയത്നം ചെയ്യണം. പല മാർഗങ്ങളുണ്ട്: ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം. ഇതിലേതെങ്കിലും ഒരു മാർഗത്തിൽ പ്രയത്നിച്ചാലേ ഈശ്വര ദർശനം സാധ്യമാവൂ. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ അവിടുന്ന്, പക്ഷേ നമുക്ക് സാധാരണന്മാർക്ക് ഈശ്വരനെ മാത്രം അറിയാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാ ഇനിയിപ്പോ എവിടെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഉണ്ട് എന്ന അനുഭവം, ചില അനുഭവങ്ങളെ കൊണ്ട് നമുക്ക് ബോധ്യം ആണ്, വിശ്വാസമാണ് ഈശ്വരനുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടനുഭവിക്കാനോ മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ മറ്റൊന്നായിട്ട് ധരിക്കുന്നു എന്നാണ്. അത് ഏതുപോലെയാണ്? രജ്ജൗ സർപ്പ. സന്ധ്യാസമയത്ത് അധികം വെളിച്ചമില്ലാത്തൊരു ദിക്കിൽ കൂടി നടന്നു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ധരിക്കുന്നത് പോലെ, അത് ഒരു സർപ്പമാണ്, പാമ്പാണെന്ന് ധരിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ്. അവിടെ സർപ്പമൊന്നുമില്ല, അതൊരു കയറിന്റെ കഷ്ണമാണ്.
പക്ഷെ ആ വസ്തുത നമ്മൾ അറിയുന്നില്ല, നമ്മൾ മറ്റൊന്നായിട്ട് ധരിച്ചു. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇപ്പൊ കാണുന്ന പലതും മായയുടെ ഭ്രമത്തിൽ കുടുങ്ങിയിട്ട് ഈ മായ നമ്മളെ കാട്ടിത്തരുന്ന ഈ മായാപ്രപഞ്ചത്തിൽ നമ്മൾ അങ്ങനെ മോഹിച്ചിട്ട് ഈശ്വരനെ അറിയുന്നില്ല. അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ആ പ്രയത്നം ചെയ്യിപ്പിക്കലാണ് നമ്മളെ കൊണ്ട് ഈ നമ്മളുടെ പൂർവീകരായിട്ടുള്ള മഹർഷിമാരൊക്കെ ഇങ്ങനെയൊക്കെ പല പല പദ്ധതികൾ പറഞ്ഞിട്ട് ദാനം ചെയ്യൂ, വ്രതം അനുഷ്ഠിക്കൂ, തീർത്ഥാടനം ചെയ്യൂ, ജപം ചെയ്യൂ, ധ്യാനിക്കൂ, പല മാർഗങ്ങൾ പറഞ്ഞു തന്നു. ഏതാണോ നമുക്ക് പറ്റുക അത് ചെയ്യാം. ഇപ്പൊ തീർത്ഥാടനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതാ അവിടെ നടക്കണുണ്ടല്ലേ കുംഭമേള, പോവാൻ പറ്റുമോ? അയ്യോ പറ്റില്ല, ആ തിരക്കിന്റെ ഇടയിൽ എന്നെ കൊണ്ട് വയ്യ, ഒന്നാമത് നടക്കാൻ പറ്റില്ല, 10 അടി നടന്നാൽ പിന്നെ എവിടെയെങ്കിലും ഇരിക്കണം, പിന്നെ കിടക്കണം. അപ്പൊ പിന്നെ എനിക്ക് കുംഭമേളയ്ക്ക് തീർത്ഥാടനം ചെയ്യാൻ പറ്റില്ല. ശരി, എന്നാ പറഞ്ഞു ധ്യാനിക്കാൻ പറ്റുമോ? അയ്യോ നിലത്തിരിക്കാൻ പറ്റില്ല, കാരണം മുട്ട് മടങ്ങില്ല. അപ്പൊ പിന്നെ ധ്യാനിക്കാൻ പറ്റില്ല, തീർത്ഥാടനം പറ്റില്ല. എന്നാ ശരി ദാനം ചെയ്യാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല ദാനം ചെയ്യാൻ, വേണ്ട. എന്നാ പറഞ്ഞു വ്രതം അനുഷ്ഠിക്കാൻ പറ്റുമോ? അയ്യോ പട്ടിണി കിടന്നാൽ ഗ്യാസ് ഉണ്ടാവും, പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാൽ വലിയ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ പറ്റില്ല. എന്നാൽ ഈ അടുത്ത ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നാമം ജപിക്കാൻ പറ്റുമോ? അതും പറ്റില്ല, വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങാം, അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ. എത്രയോ ദിവസമായില്ലേ, 6 ദിവസമായി പറയണം നാമം ജപിക്കൂ, നാമം ജപിക്കൂ. അപ്പോഴും 4 പ്രാവശ്യം നമഃശിവായ ജപിച്ചാൽ കൂടെ ജപിക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങാം, നിങ്ങൾ പറഞ്ഞോളൂ, അതാണ് നമ്മളുടെ മനോഭാവം. അപ്പൊ ഏത് മാർഗം, ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ കൂടിയിട്ട് പ്രയത്നം ചെയ്ത് നമുക്ക് അത് അനുഭവമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ മഹർഷിമാർ പുരാണങ്ങളായിട്ടും ഉപനിഷത്തുകളായിട്ടും മറ്റ് പല യോഗ സാധനങ്ങളായിട്ടും തന്നത്. അപ്പൊ ഈ ലോകത്തിൽ സർവവ്യാപിയായിരിക്കുന്ന സർവാന്തര്യാമിയായിരിക്കുന്ന അവിടുത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും തപസ് ചെയ്യണതും സ്തുതിക്കണതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഇന്നിങ്ങനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് ആ മുൻപിൽ നിൽക്കുന്ന വിശ്വാനരനെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു, സർവസ്തോത്രസമം ഹേതൽ സർവകാമപ്രദം സദാ. അങ്ങ് ഇപ്പോൾ ചൊല്ലിയതായ ഈ സ്തോത്രം അഭിലാഷാഷ്ടകം എന്ന പേരിൽ അറിയപ്പെടും. ഈ സ്തോത്രം ആരാണോ നിത്യവും പ്രഭാതത്തിൽ ദേഹശുദ്ധിയൊക്കെ ചെയ്ത് സ്നാനം കഴിഞ്ഞ് പ്രഭാത സമയത്ത് എന്നെ സ്തുതിക്കുന്നത്, ഒന്നുകിൽ ശിവപൂജ ചെയ്തുകൊണ്ട് ജപിക്കുക, അതിന് നമുക്ക് സൗകര്യമില്ലെങ്കിൽ ഭഗവാന്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ജപിക്കുക ഈ അഭിലാഷാഷ്ടകം. വർഷം ജപന്നിത്യം സ്തോത്രം. 1 വർഷം ഈ സ്തോത്രം ജപിച്ചാൽ വേദവ്യാസ മഹർഷി ഉറപ്പു പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഭഗവാൻ തന്നെ വൈശ്വാനരന് ഉറപ്പ് കൊടുത്തു, 1 വർഷം നിത്യവും ഈ സ്തോത്രം ജപിച്ചാൽ എന്താണ്? അപുത്ര പുത്രവാൻ ഭവേൻ. ആദ്യത്തെ ഫലശ്രുതിയാണ്. ഇവിടെ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്? തപസ് എന്താ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്? ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി. അതാണ് ആദ്യത്തെ ഫലശ്രുതി. 1 വർഷം എല്ലാ ദിവസവും ഭഗവാനെ പ്രഭാതത്തിൽ ഈ അഭിലാഷാഷ്ടകം കൊണ്ട് സ്തുതിച്ചാൽ അപുത്ര പുത്രവാൻ ഭവേൻ. ഇനി അത് മാത്രമല്ല, നമ്മുടെ ആഗ്രഹം ഏതോ അത് സഫലമാവും എന്ന് ഫലശ്രുതി പറഞ്ഞു. അതിനെ അനുഗ്രഹിച്ചു. ഭഗവാൻ തന്നെ, ശിവ അംശം തന്നെയാണ് വിശ്വാനരപുത്രനായിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു, അന്തർധാനം ചെയ്തു. അവിടുന്ന് അദ്ദേഹം തപസ് മതിയാക്കി വിശ്വാനരൻ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി വരുന്നു. തുടർന്നുള്ള സന്ദർഭങ്ങളാണ് ഇനി പറയാനുള്ളത്. വാരാണസിയിൽ നിന്നും തപസ്സെല്ലാം മതിയാക്കി മടങ്ങി വരുന്ന വിശ്വാനരൻ തന്റെ ഗൃഹത്തിലെത്തി ആ ഭഗവത് അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിശ്വാനരനും പത്നിയായിട്ടുള്ള ശുചിഷ്മതിയും അവരുടെ ദാമ്പത്യം തന്നെ തുടരുകയാണ്. യഥാകാലം ആ ശുചിഷ്മതി ഗർഭം ധരിച്ചു, ഒരു പുത്രന് ജന്മം നൽകി.
വലിയ സന്തോഷമായി എന്നാണ്. ഇവിടെ ശിവാംശമാണ്, ഭഗവത് അവതാരം തന്നെയാണ്, ശ്രീപരമേശ്വരന്റെ തന്നെ ഒരു അംശാവതാരമാണ് ഈ വിശ്വാമിത്രന്റെ പുത്രനായിട്ട്. ഗന്ധർവ ഉരകരാക്ഷസ രക്ഷാണാം സുമാനിന്യ ശുഭസ്വര വിദ്യാധിരശകിന്യസ്തഥാമര്യ സഹസ്ര ഗായന്ത്യവും മംഗളം ഗീതം. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ഗന്ധർവന്മാര് വാദ്യഘോഷങ്ങളെ മുഴക്കിക്കൊണ്ടും പാട്ടുപാടിക്കൊണ്ടും അപ്സര സ്ത്രീകളൊക്കെ നൃത്തം ചെയ്തും ഒക്കെ ആ ഭഗവത് അവതാരത്തെ അവര് ആഘോഷിച്ചു എന്നാണ്. ഈ വിശ്വാമിത്രനും സന്തോഷമായി. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു പുത്രനെ ലഭിക്കുന്നത്. തുടർന്ന് ആ കുട്ടിക്ക് നാമകരണമൊക്കെ ചെയ്യേണ്ട സമയം, നമ്മൾ സാധാരണ അതിന് പറയുക ജാതകർമ്മം എന്നാണ്. നാമകരണം ചെയ്യേണ്ട സമയത്ത് ഗൃഹപതി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. നല്ല മിടുക്കനായിട്ടുള്ള ആ കുട്ടി ഗൃഹപതി അങ്ങനെ വളർന്നു വരുന്നു. നിഷ്ക്രമോധ ചതുർദ്ധേസ്യാമാസി പിത്രാകൃതോ ഗൃഹാൽ അന്നപ്രാശനമബ്ദാർത്ഥേ ചൂടാർത്ഥേ ചാർത്ഥവൽകൃത. യഥാസമയം ഭക്ഷണം കൊടുക്കുക, നമ്മള് ചോറൂണ് അന്നപ്രാശം എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്തു. വിദ്യാഭ്യാസത്തിനായിട്ട് വേദാധ്യയനം ചെയ്യിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഗുരുകുലത്തില് ഒരു മഹർഷിയുടെ അടുത്ത് കൊണ്ടുചെന്നാക്കുക, അങ്ങനെ വേദാധ്യയനമൊക്കെ ചെയ്യിപ്പിച്ചു. ഒരിക്കൽ ഈ വിശ്വാമിത്രന്റെ ഗൃഹത്തിൽ നാരദ മഹർഷി എത്തിച്ചേരുകയും അപ്പൊ അവിടെ ആ കുട്ടിയുണ്ട്, ഈ ഗൃഹപതിയും ഉണ്ട്, വിശ്വാമിത്രന്റെ പുത്രനും ഉണ്ട്. നാരദ മഹർഷി ഈ ഗൃഹപതിയെ കണ്ട് നല്ല ലക്ഷണമൊത്ത ഒരാളാണ്. അപ്പൊ കണ്ണുകളാണെങ്കിലും സാമുദ്രിക ലക്ഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ആ ഒരു ശരീരം, കൈകൾ, കയ്യിലെ നഖങ്ങൾ. നമുക്ക് നമ്മളുടെ ഈ രൂപം വെച്ചുകൊണ്ട്, നമ്മളുടെ ഓരോ അംഗങ്ങളുടെയും ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട് സ്വഭാവം എന്താണ്, ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, അതൊക്കെ പറയും. അപ്പൊ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു കുട്ടിയാണ് എങ്കിലും നാരദ മഹർഷി നോക്കിയിട്ട് പറഞ്ഞു, ഹിന്ദു സർവഗുണോപേതം സർവലക്ഷണലക്ഷിതം സമ്പൂർണ്ണ നിർമ്മലകളം പാതയിൽ വിധുവൽ വിധി ശങ്കേസ്യ ദ്വാദശേമാസി പ്രത്യൂഹോ വിദ്യുതാഗ്നിത. ഈ വിധിയെ നമുക്ക് തടുക്കാൻ നിവൃത്തിയില്ല. എത്ര ലക്ഷണമൊത്ത കുട്ടിയാണ് നമുക്ക് ജനിച്ചതെങ്കിലും ചിലപ്പോ ആ കുട്ടി ജനിച്ചു വീണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം, അല്ലാതെയും സംഭവിക്കാം. അപ്പൊ വിധി എന്താണോ അതിനെ തടുക്കാനാവില്ല എന്നൊക്കെ നാരദ മഹർഷി ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലയോ വിശ്വാനരൻ, അങ്ങയുടെ പുത്രന് ഈ ഗൃഹപതിക്ക് ഇനി 12 മാസം, അതായത് ഒരു സംവത്സരം കൂടിയിട്ടേ ആയുസ് അവശേഷിക്കുന്നുള്ളൂ. അതോടുകൂടി കുട്ടിയുടെ ആയുസ് തീരുകയാണ്, മരണം സംഭവിക്കും എന്നാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. വലിയ സങ്കടമായി ഈ രണ്ടുപേർക്കും, അച്ഛനും അമ്മയ്ക്കും. കുറേ കാലം കാത്തിരുന്ന് ഒരു കുട്ടി ജനിച്ചതാണ്. ആ കുട്ടി ശരിക്കും യൗവനത്തിലേക്ക് പോലും എത്തിയിട്ടില്ല. ഇനി ആ യൗവനത്തിലേക്ക് പ്രവേശിക്കണം, വിവാഹ ജീവിതം നയിക്കണം, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല തൻ്റെ മകന്റെ കാര്യത്തിൽ. അപ്പോഴേക്കും മരിക്കുമെന്നാണല്ലോ. നാരദ മഹർഷിയെ പോലെ ഒരാള് കളവ് പറയില്ല. അപ്പൊ അത് സത്യമാണ്, ഇനി സംഭവിക്കാൻ പോണതാണ്. അത് കേട്ടതും വല്ലാത്ത വേദനയോടുകൂടി മൂർച്ഛാമവാപമഹതിം പുത്രശോക സമാകുല, ആ അമ്മ തളർന്നു വീണു, ബോധം കെട്ടു വീണു. അച്ഛനും വലിയ സങ്കടമായി. നാരദ മഹർഷി ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ ഈ കുട്ടി, ഈ ഗൃഹപതി അച്ഛനും അമ്മയും സങ്കടപ്പെടുന്നത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നത്. പ്രതിജ്ഞാം ശൃണുതാം താതോ യദിവാം തനയോ ഹ്യഹം കരിഷ്യേഹം തഥായേന
മൃത്യു ത്രസ്തോ ഭവിഷ്യതി. മൃത്യുഞ്ജയം സമാരാധ്യ സർവജ്ഞം സർവദം സദാം ജപിഷ്യാമി മഹാകാലം സത്യം ദാതൗ വദാമ്യഹം. ആ കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ്, അച്ഛനും അമ്മയും കരയരുത്, ഞാൻ ദാ വാക്ക് തരുന്നു, മൃത്യുഞ്ജയനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ആരാധിക്കും, ഭജിക്കും, എന്നിട്ട് മൃത്യുവിനെ ജയിക്കും. നിങ്ങൾ കരയരുത്, നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് അച്ഛനും അമ്മയ്ക്കും മുന്നിൽ വാക്ക് കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് ഈ കുട്ടി ഗൃഹപതി പുറപ്പെട്ടു എന്നാണ്. അവർക്കും കുറച്ചൊരു സമാധാനം തോന്നി. എന്നിട്ടാണ് ഗൃഹപതി ശിവഭജനം ചെയ്യാനായിട്ട് പുറപ്പെട്ടു, തപസ് ആരംഭിച്ചു. അതി കഠിനമായിട്ടുള്ള തപസ്സാണ് ചെയ്തത് എന്നാണ്. അഷ്ടോത്തര ശതൈ കുംഭൈ പൂർണ്ണ ഗംഗാംബസാശുഴവും തപസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടം കണ്ടെത്തി അവിടെ ആ ഭഗവാന്റെ മൃണ്മയമായിട്ടുള്ള മൃത്തുകൊണ്ട് മണ്ണുകൊണ്ടുള്ളൊരു ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് പൂജിക്കാൻ ആരംഭിച്ചു. ഗംഗാതീരത്തായിട്ടൊരു അനുയോജ്യമായൊരിടം കണ്ടെത്തി അഷ്ടോത്തര ശതം കൊണ്ടൊക്കെ അർച്ചിച്ചും അഭിഷേകം ചെയ്തും പൂക്കളെ കൊണ്ടുവന്ന് സമർപ്പിച്ചും പുഷ്പാഞ്ജലി ചെയ്തും ആ തപസ് അങ്ങനെ തുടർന്നു. ഈ പറഞ്ഞ നാരദ മഹർഷി പറഞ്ഞ ആ കാലയളവ് ആയി എന്നാണ്, ആയുസ് അവസാനിക്കും, അതിനുള്ള സമയം ആയി എന്നാണ്. 12 മാസം കൂടിയേ ഉള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. ആ 12 മാസം, ആ ഒരു സംവത്സരം പൂർത്തിയാവുന്ന ആ ദിവസം വന്നെത്തി. അവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ ഗൃഹപതിയുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ദ്രന്റെ വേഷത്തിലാണ്. കാരണം നാരദ മഹർഷി അന്ന് അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് സൂചന കൊടുത്തപ്പോൾ പറഞ്ഞത് വജ്രപാതമേറ്റ് മരിക്കുന്നതാണ്. അത് വേണമെങ്കിൽ ഇടിമിന്നലാവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആഘാതമാവാം. അപ്പൊ ഇവിടെ ഭഗവാൻ ദർശനം കൊടുക്കാൻ വേണ്ടി വരുന്നതും ഇന്ദ്രന്റെ രൂപത്തിൽ നിന്നാണ്. ഇന്ദ്രവേഷധാരിയായിട്ട് കയ്യിൽ വജ്രായുധമൊക്കെ ധരിച്ചുകൊണ്ടാണ് ഗൃഹപതിയുടെ മുന്നിൽ എത്തി. അപ്പൊ ഗൃഹപതി കണ്ണു തുറന്നപ്പോ തന്റെ മുന്നിൽ ദേവേന്ദ്രനാണ് നിൽക്കുന്നത്. ചോദിച്ചു, ഇന്ദ്രൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ദ്രരൂപിയായിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, നീ ആരെയാ ഭജിക്കേണ്ടത്? അപ്പൊ ഗൃഹപതി പറഞ്ഞു, ഞാൻ ശ്രീശങ്കരനെയാണ് ഭജിക്കേണ്ടത്. ആ ശ്രീശങ്കരിൽ നിന്ന്, ശ്രീപരമേശ്വരിൽ നിന്ന് മാത്രമേ ഞാൻ വരം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഇന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ദ്രരൂപിയായിട്ട് ഭഗവാൻ പറഞ്ഞു, നമത്ത ശങ്കരസ്ത്വന്യോ ദേവദേവോ സ്നേഹം ശിശോ. കുട്ടി, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഭജിക്കാൻ? ഈ മത്തനായിട്ട് ഉന്മാദം ബാധിച്ച് അശിവമായ വേഷത്തിൽ ധരിക്കുന്ന ശിവനെയാണോ നിനക്ക് ഭജിക്കാൻ കിട്ടിയത്? വേറെ ആരെയെങ്കിലും, വിഷ്ണുവിനെയോ? അല്ലെങ്കിൽ എന്നെ ഭജിച്ചോളൂ, ഞാൻ വരം തരാം, ഇന്ദ്രൻ പറയുകയാണ്. അപ്പൊ ഗൃഹപതി മറുപടി പറഞ്ഞു, ഗച്ഛാഹല്യാപദേ സാധോ ഗോത്രാരേ പാകശാസന. എനിക്ക് അങ്ങയിൽ നിന്ന് വരം വേണ്ട, അങ്ങയുടെ കേമത്തൊക്കെ എനിക്കറിയാം. അഹല്യ ജാരനാണ്, ഗൗതമ പത്നിയായിട്ടുള്ള അഹല്യ ഗൗതമൻ ആശ്രമത്തിൽ ഇല്ല എന്നുള്ള അവസരം നോക്കിയിട്ട് അഹല്യയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച താങ്കൾ ഗൗതമന്റെ വേഷത്തിൽ അവിടെ കടന്നുകൂടി. എന്നിട്ട് അത് ഗൗതമൻ കണ്ടെത്തി അങ്ങയെ ശപിച്ചു. ആ ഗൗതമ പത്നിയായിട്ടുള്ള അഹല്യയെ ആ മഹർഷി ശിലയാക്കി മാറ്റി. ഇതൊക്കെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ഞാനും കേട്ടിട്ടുണ്ട് എന്നാണ് ഗൃഹപതി പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്ന് വരമൊന്നും വേണ്ട, എനിക്ക് ശ്രീപരമേശ്വരൻ ശ്രീശങ്കരന്റെ കയ്യിൽ നിന്നാണ് വരം വേണ്ടത്. ഇങ്ങനെയൊക്കെ ഇന്ദ്രനെ നിന്ദിക്കുന്നത് കേട്ടപ്പോ ആ ഇന്ദ്രന് ദേഷ്യം വന്നു. അല്ലെങ്കിൽ ഇന്ദ്ര വേഷത്തിൽ നിൽക്കുന്ന ഭഗവാനും കോപം അഭിനയിച്ചുകൊണ്ട്, നീ എന്നെ പരിഹസിക്കുകയാണോ? എന്നാൽ ഇപ്പൊ കാണിച്ചു തരാം എന്റെ പ്രഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വജ്രായുധം എടുത്ത് അങ്ങോട്ട് ഉയർത്തിയെന്നാണ്. പെട്ടെന്ന് ഗൃഹപതിക്ക് ഓർമ്മ വന്നത് നാരദ മഹർഷിയുടെ വാക്കുകളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തന്റെ മരണം വജ്രപാതമേറ്റിട്ടാണ്. അപ്പൊ അത് സംഭവിക്കാൻ പോവാണല്ലോ.
പെട്ടെന്ന് അങ്ങോട്ട് ആ നാരദ മഹർഷിയുടെ വാക്കുകൾ ഓർമ്മ വന്നതും ഭയപ്പെട്ടുപോയി എന്നാണ് ബോധക്ഷയം സംഭവിക്കുന്നത് പോലെ തോന്നി എന്നാണ്. അല്പസമയത്തേക്ക് മൂർച്ഛിച്ചുപോയി. കുറച്ചു കഴിഞ്ഞിട്ട് കണ്ണു തുറന്നു. താഴെ വീണുപോയ ഗൃഹപതി വീണ്ടും കണ്ണു തുറക്കുമ്പോൾ കാണണത് തന്റെ മുന്നിൽ അഥ ഗൗരീപതി ശംഭുരാവിരാസീത്തമോനുത, പാർവതീപതിയായിട്ടുള്ള ശ്രീപരമേശ്വരനെയാണ് വീണ്ടും ആ കുട്ടി കാണണത്, ഗൃഹപതി കാണണത്. അവശ്യതഗ്രേജോത്ഥായ ശംഭുമർക്കശതാധികം ഫാലേ ലോചനമാലോക്യ കണ്ഠേ കാലം വിഷധ്വജം വാമാംഗസന്നിവിഷ്ടാദ്രിതനയം ചന്ദ്രശേഖരം കവർദ്ദേന വിരാജന്തം ത്രിശൂലാജഗമായുധം. ഇടതുഭാഗത്ത് പാർവതീദേവിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഭഗവാനെ കണ്ടു. നെറ്റിത്തടത്തിൽ 3-ാം തൃക്കണ്ണുണ്ട്. ഭസ്മം ത്രിപുണ്ഡ്രമായിട്ട് ഭസ്മം ധരിച്ചിരിക്കുന്നു. രുദ്രാക്ഷമാലകളെ ധരിച്ചിരിക്കുന്നു. കർപ്പൂരം പോലെ നല്ല ശുഭ്രമായിട്ടുള്ള ആ ഭഗവാന്റെ ശരീരം കണ്ടു. പാർവതീ പരമേശ്വരന്മാരെ കണ്ട ഗൃഹപതി കണ്ണ് നിറഞ്ഞൊഴുകണ. ഹർഷബാഷ്പാകുലാസൻ ഹർഷബാഷ്പാകുലാസൻ അകണ്ഠരോമാഞ്ച കഞ്ചുക. കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് സ്തുതിക്കുന്നത്. ആ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ പൂജിച്ചതായിട്ടുള്ള ഈ ശിവലിംഗം അഗ്നീശ്വര ശിവലിംഗം എന്നറിയപ്പെടുന്നതാണ്, അഗ്നീശ്വരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഗൃഹപതിയും ഇന്നു മുതൽ അഗ്നിയുടെ നാഥനായിട്ട് അറിയപ്പെടുന്നതാണ്. ഗൃഹപതിയുടെ പേരിലാണ് ഒരു അഗ്നി പിന്നീട് അറിയപ്പെടുന്നത്, ഗാർഹപത്യാഗ്നി. നമ്മൾ അഗ്നിയെ 3 രൂപത്തിലാണ് എന്ന് മുൻപ് പറഞ്ഞു, ഓർമ്മയുണ്ടാവും. 5-6 ദിവസമായില്ലേ? 2 ദിവസം മുമ്പ് പറഞ്ഞത്, 3 ദിവസം മുമ്പ് പറഞ്ഞതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇന്നലെ പറഞ്ഞത് ഓർത്തിരിക്കാൻ പറ്റുമോ? ഇന്നലെ അത് കഴിഞ്ഞ് രാവിലെ ഇഡ്ഡലി കഴിച്ചു, സാമ്പാർ കഴിച്ചു. അപ്പൊ അതൊക്കെ അതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും ഇന്നലെ കേട്ടതൊക്കെ. പിന്നെ അതിന് മുമ്പ് വൈകുന്നേരം വെല്ലം കഴിച്ചിട്ടുണ്ടാവും. ഈ കേട്ടത് ഇങ്ങനെ അടിയിലേക്ക് പോയാൽ പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു അഗ്നിക്ക് 3 പേരുണ്ട്. എന്തൊക്കെയാണ്? ആഹവനീയ അഗ്നി, ഗാർഹപത്യാഗ്നി, ദക്ഷിണാഗ്നി. അത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന അഗ്നി ഒന്ന്, അതൊരു രീതി. പിന്നെയോ ഹോമമൊക്കെ ചെയ്യുമ്പോൾ, ആഹൂതി ചെയ്യുമ്പോൾ ഹോമകുണ്ടത്തിലേക്ക് നമ്മൾ എല്ലാ വിറകും ഒന്നും കൊണ്ടിടാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ടാണ് തെങ്ങിന്റെ ചകിരിയും പ്ലാവിന്റെ വിറകും ഒക്കെ പ്രത്യേകം ശേഖരിച്ചു വെക്കുന്നത്. അതിലേക്ക് ആവശ്യമില്ലാതെ കൈ കിട്ടുന്നത് മുഴുവൻ വാരിയിടാൻ പറ്റില്ല. അപ്പൊ അതിനൊരു വേറൊരു പവിത്രത കൽപ്പിച്ചു. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൃഹത്തിൽ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന, ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അഗ്നിക്ക് ഉള്ള പേരാണ് ഗാർഹപത്യാഗ്നി. അത് ഗൃഹപതിയുടെ പേരിലാണ് അറിയപ്പെടുക. പിന്നെ പറഞ്ഞു ദക്ഷിണാഗ്നി, അതായത് ചിത. ഭൂമിയിൽ ശ്മശാനത്തിൽ ചിത ഒരുക്കി നമ്മളുടെ മൃതശരീരത്തെ സംസ്കരിക്കാനായിട്ട് അവിടെ മറ്റൊരു അഗ്നിയാണ് സങ്കല്പിക്കുക. അപ്പൊ ഇങ്ങനെ അഗ്നിയുടെ ആ ഒരു എന്താണ് നായകസ്ഥാനം, നേതൃസ്ഥാനം ഇവിടെ ഗൃഹപതിക്ക് നൽകി അനുഗ്രഹിച്ചു. എന്തായാലും ആ മരണഭയത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു, അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ മറ്റൊരു അനുഗ്രഹം കൂടി ഈ അഗ്നിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹത്തെ കൊടുക്കുകയാണ്. ഗൃഹപതിക്ക് മാത്രമല്ല, നമുക്കൊക്കെ അനുഗ്രഹം തന്നു എന്നാണ്. അനാഥസ്യ അഗ്നി സംസ്കാരം യക്കുര്യ ശ്രദ്ധയാന്വിത. അനാഥനായ ഒരുവൻ മരിക്കുമ്പോൾ അവന്റെ മൃതശരീരം വേണ്ടതുപോലെ സംസ്കരിച്ചാൽ അതെന്നെ സന്തോഷിപ്പിക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. നമ്മളുടെ നാട്ടിൽ തന്നെയാണ് ഒരു വ്യക്തി മരിച്ചു. ആരും ഉണ്ടായിരുന്നില്ല. അകന്ന ബന്ധത്തിലുള്ളവരൊന്നും ആ വ്യക്തിയെ
സംരക്ഷിക്കാനുണ്ടായിരുന്നില്ല, മരണശേഷം ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ഈ പ്രായമായ മനുഷ്യന്റെ വാർദ്ധക്യകാലം കുറെ നാളുകൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞ സമയത്ത് ഈ പഞ്ചായത്തിന്റെ ഒരു മെമ്പർ അല്ലെങ്കിൽ പ്രസിഡന്റോ ആരോ ആവട്ടെ, അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. മരിച്ച ആള് നമ്മളുടെ കൂട്ടത്തിൽ ഹിന്ദു ആചാരമനുസരിച്ചിട്ട് ഇദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഈ മനുഷ്യന്റെ മൃതശരീരം സംസ്കരിച്ചു. മരണാനന്തരം മുഴുവൻ ക്രിയകളും ചെയ്തു എന്നാണ്. വേണമെങ്കിൽ അയാൾക്ക് പറയാം ഞാൻ വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഏത് ആചരണമാണോ വേണ്ടത് അതേപോലെ മരണാനന്തരമുള്ള ക്രിയകൾ മുഴുവൻ ചെയ്തു. അപ്പൊ ലോകത്തിൽ നമുക്കിടയിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ. എന്നിട്ട് ഇവിടെ എന്താ ഇപ്പൊ പറഞ്ഞത്? അനാഥന്മാരായിട്ട് നമുക്കറിയുന്നവരാരെങ്കിലും വയ്യാന്ന് കേട്ടാൽ അവർക്ക് ആരും സഹായത്തിനുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക, പറ്റുന്നത് പോലെ സഹായിക്കുക. ഒരു പിടി അന്നം, ഭക്ഷണം കൊണ്ട് കൊടുക്കുക, മരുന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കുക. അതൊക്കെ പുണ്യപ്രവൃത്തി തന്നെയാണ്. ഇവിടെ പറഞ്ഞു അങ്ങനെ ബന്ധുക്കളില്ലാതെ ആ ശരീരം സംസ്കരിക്കാൻ ഒരു പിടി മണ്ണ്, ഭൂമി സ്വന്തമായിട്ടില്ലാതെ മരിക്കുന്നവരുടെ സംസ്കാരക്രിയകൾ നമ്മൾ ചെയ്താൽ, നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്താൽ ഏറ്റവും വലിയ പുണ്യമാണത്. അശക്ത പ്രേരേതന്യം സ്വഗ്നിലോകേ മഹീയതേ. ആ ജീവൻ, ആ സകർമ്മം ചെയ്യുന്ന നമുക്ക് അഗ്നിലോകത്തെ പ്രാപിക്കാനുള്ള യോഗ്യത ഉണ്ടാവും. അപാവനാനി സർവാണി വന്യ സംസർഗ ദക്ഷണാൽ. അഗ്നിയുടെ ഒരു മഹത്വം എന്താണ്? എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നത് അഗ്നിയാണ്. അഗ്നിശുദ്ധിയാണ്. സ്വർണം ശുദ്ധമാക്കും എന്ന് കരുതി എല്ലാം നമുക്ക് നേരിട്ട് അഗ്നിയിൽ ശുദ്ധാക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ചിലത് അങ്ങനെയാണ്, ചൂടാക്കിയാൽ മതി, സൂര്യപ്രകാശം ഏൽപ്പിക്കുക. എല്ലാറ്റിനെയും പവിത്രമാക്കാനുള്ള, ശുദ്ധമാക്കാനുള്ള ഒരു കഴിവ് അഗ്നിക്കുണ്ട്. അത് തന്നെ അഗ്നിയിൽ നാം വിറകുകൾ സംസ്കരിച്ച് കിട്ടുന്ന ചാമ്പലിനും ഭസ്മത്തിനും ആ ഒരു മഹത്വമുണ്ട്. വസ്ത്രം എങ്ങനെയാ ശുദ്ധമാക്കുക? വസ്ത്രം അലക്കിയാലും നമ്മുടെ സമ്പ്രദായത്തിൽ ശുദ്ധമാക്കണമെങ്കിൽ ചാരം കലക്കിയിട്ട് തളിക്കണം, അപ്പോഴേ അത് ശുദ്ധാവുള്ളൂ എന്നാ പറയാം. പാത്രങ്ങൾ ശുദ്ധമാക്കാൻ പഴയ കാലത്ത് ചാരം ഉപയോഗിച്ചിരുന്നു, പിന്നെ അത് മാറി എന്താണ്, വിമ്മായി, എക്സോബാറായി, അങ്ങനെ സോപ്പുകൾ വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ ലിക്വിഡുകളായി. കഴിഞ്ഞ ആഴ്ചയിൽ കടയിൽ പോയപ്പോൾ കണ്ടു, ഈ വിമ്മും എക്സോയും വച്ചേക്കുന്ന ടിന്നില് ചാരം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കണ്ടതാണ്. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പാത്രം കഴുകാനാണ്. 12 രൂപയ്ക്ക് ചാരം, നമ്മുടെ പൂർവീകർ ഉപയോഗിച്ചിരുന്ന ചാരം അവര് അരിച്ച് ടിന്നിലാക്കി തരാ. കൈക്കും ദോഷമില്ല. മറ്റേ കൈവിരലുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതാകാൻ തുടങ്ങും, നഖമൊക്കെ ദ്രവിക്കാൻ തുടങ്ങും. ദിവസവും വീട്ടിൽ പാത്രം കഴുകണവർക്കറിയാം, കഴുകാത്തവരോട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നവർക്കറിയാം ഈ സോപ്പുകൾക്കൊക്കെ അലർജി ഉണ്ട്. അപ്പൊ ഈ ചാരം പാത്രങ്ങളെ ശുദ്ധമാക്കാൻ എടുക്കും. ഇനി ഭസ്മമാഹാത്മ്യത്തിൽ പറയും നമ്മൾ എന്തിനാണ് നെറ്റിയിലും ഭസ്മം ധരിക്കണത്, എന്തിനായി കഴുത്തിൽ ഭസ്മം ധരിക്കണത്? അതിന്റെ ഒരു ഗുണം അതാണ്. അവിടെ പറയും ഭസ്മം കഴുത്തിൽ ധരിച്ചാൽ കഴുത്തുകൊണ്ട് ചെയ്യേണ്ട പാപമൊക്കെ അത് ഇല്ലാതെയാവുന്നതാണ്. ദിവസവും നമ്മളൊരു കുറച്ച് ഭസ്മം എടുത്ത് കുളി കഴിഞ്ഞ് കഴുത്തിൽ വരച്ചാൽ കഴുത്തുകൊണ്ട് ചെയ്യേണ്ട പാപം. കഴുത്തുകൊണ്ട് നമ്മൾ എന്ത് പാപം ചെയ്യാറ്? നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യണത് കഴുത്തുകൊണ്ടാണ്. ഈ നാക്ക് എവിടെ ഇരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ദിവസവും ഒരു പാപമെങ്കിലും ചെയ്യാത്തവരാരും ഉണ്ടാവില്ലേ ഈ കൂട്ടത്തില്? ആരുടെയെങ്കിലും ഒരു കുറ്റം പറയാത്ത ദിവസം ഉണ്ടാവുമോ? ദിവസവും പാപം ചെയ്യണവരുണ്ട്. അപ്പൊ നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വാചികമായ പാപത്തിന്റെ ഏറ്റവും വലിയ പ്രായശ്ചിത്തം കുളി കഴിഞ്ഞാൽ അല്പം ഭസ്മം എടുക്കുക, നെറ്റിയിൽ വരയ്ക്കണ ഒപ്പത്തിൽ കഴുത്തിലും വരയ്ക്കുക. അപ്പൊ ഭസ്മം നമുക്ക് പല രീതിയിലും ശുദ്ധിയുള്ളതാണ്. അത് എങ്ങനെയായി ഭസ്മത്തിന് ശുദ്ധി കിട്ടിയത്? അഗ്നിയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ്. അപ്പൊ എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നതാണ് അഗ്നി. എല്ലാവർക്കും അഗ്നി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ. അഗ്നി കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല, ജീവിതമില്ല. അപ്പൊ അഗ്നിയുടെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട് ഈ ഗൃഹപതി ഭഗവത് അനുഗ്രഹം നേടി എന്ന് മാത്രമല്ല, ആ അഗ്നിയുടെ ഒരു പ്രധാന സ്ഥാനം കൂടി ഗൃഹപതിക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ തപസ് ചെയ്ത്
ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം നേടി മടങ്ങി വരുന്ന ഗൃഹപതി ആ അച്ഛനമ്മമാർക്കൊക്കെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗൃഹപതിയുടെ ചരിത്രം അവിടെ സമർപ്പിക്കുന്നത്. ശതദ്ര സംഹിതയിലെ ശിവാവതാരങ്ങളിൽ പ്രധാനമായി പറഞ്ഞ ഒന്നാണ് ദുർവാസ അവതാരം. അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും പുത്രനായിട്ട് ത്രിമൂർത്തികൾ തന്നെ പുത്രരൂപത്തിൽ അവതരിച്ചു എന്നാണ്. അപ്പൊ അതിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, ബ്രഹ്മാവ് ചന്ദ്രനായി അവതരിച്ചു, മഹാവിഷ്ണു ദത്താത്രേയൻ എന്ന ആ യോഗീശ്വരനായിട്ട് അവതരിച്ചു, ഭഗവാൻ ശ്രീരുദ്രൻ ശ്രീപരമേശ്വരനാണ് ദുർവാസാവായിട്ട് അവതരിക്കുന്നത്. അവിടെ അത്രിപുത്രനായിട്ട് വന്ന അനസൂയാദേവിയുടെ പുത്രനായിട്ട് വന്ന ദുർവാസാവ് ശിവാംശമാണ് എന്ന് പറഞ്ഞു. പല ഭക്തന്മാരെയും ഈ മഹർഷി അനുഗ്രഹിച്ചതായിട്ട് പറയും. ദുർവാസാവിന്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് ദുർവാസാവ് ഇത്രയും കോപിഷ്ഠനായിട്ട് പറയപ്പെടുന്നത്? അതിനൊരു കാരണം മറ്റു ചില ഇടങ്ങളിൽ പരാമർശിച്ചു കാണുന്നു. ഒരിക്കൽ പാർവതീദേവി ഭഗവാനോട് പറഞ്ഞു എന്നാണ്, തന്റെ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ കോപം ഇത്തിരി അധികമാണ്, കോപം അല്പം ഒന്ന് കുറയ്ക്കണം, ദേഷ്യം ഒന്ന് കുറയ്ക്കണം. അത് നമുക്കും ബാധകമാണ് ആ ഉപദേശം. വല്ലാത്ത ദേഷ്യമൊക്കെ എല്ലായിടത്തും ചെലവായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ അങ്ങയുടെ കോപം പലപ്പോഴും അധികമായിട്ട് തോന്നാറുണ്ട് എന്ന പാർവതീദേവിയുടെ ആ അഭിപ്രായം കേട്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ശരി, എന്നാൽ കോപത്തെ ഞാൻ ഒഴിവാക്കുകയാണ്. അങ്ങനെ കോപത്തെ മുഴുവനും ഒരു രൂപമാക്കിയിട്ട് അത്രിക്ക് പുത്രനാക്കി കൊടുത്തു. അതാണ് ശിവാംശമായിട്ട് വന്ന ദുർവാസാവ് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. ആ ദുർവാസാവില് ഭഗവാന്റേതായ കോപം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ മറ്റൊരു പ്രത്യേകത, ശപിച്ചാലും ശാപമോക്ഷവും കൊടുക്കില്ല, ശപിച്ചിട്ട് ആ വഴി അങ്ങോട്ട് പോവുള്ളൂ. പല ഭക്തന്മാരെയും അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് പ്രസിദ്ധമായ കഥയാണ് അംബരീഷന്റെ കഥ. ഭാഗവതത്തിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് അല്ലെ, അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. അംബരീഷന്റെ അടുത്ത് വന്നതും അംബരീഷന്റെ ആ ദ്വാദശി വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ഭിക്ഷ കൊടുക്കാൻ വേണ്ടി അംബരീഷൻ തയ്യാറായപ്പോഴേക്കും ഇദ്ദേഹം കുളിക്കാൻ പോയി, മടങ്ങി വരാൻ താമസിച്ചു. രാജാവ് ഈ ദുർവാസാവ് മടങ്ങി വരണതിന് മുമ്പ് വ്രതം അവസാനിപ്പിച്ചു, തുളസി തീർത്ഥം കഴിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹം കോപിച്ചുകൊണ്ട്, എനിക്ക് ഭിക്ഷ തരാതെ അങ്ങ് ആഹാരം കഴിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യകയെ സൃഷ്ടിച്ചു. അംബരീഷന്റെ നേരെ അയച്ചു. അംബരീഷനാവട്ടെ ഒന്നും പറയാതെയോ പ്രവർത്തിക്കാതെയോ നിന്നേ ഉള്ളൂ. എന്താണോ ഈശ്വര ഇച്ഛ അത് നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട്. അപ്പോഴാണ് ഭഗവാന്റെ സുദർശന ചക്രം, മഹാവിഷ്ണു നൽകിയതായ സുദർശന ചക്രം ഈ ദുർവാസാവ് സൃഷ്ടിച്ച കൃത്യകയെ നശിപ്പിച്ച് ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ചെല്ലാൻ തുടങ്ങി. അദ്ദേഹം ആ ശിവലോകത്തിലും ബ്രഹ്മലോകത്തിലുമൊക്കെ ആശ്രയത്തിനായിട്ട് ചെന്നുവെങ്കിലും അവരാരും സ്വീകരിച്ചില്ല. മഹാവിഷ്ണുവും കൈയൊഴിഞ്ഞു, എനിക്കും അങ്ങയെ രക്ഷിക്കാനാവില്ല. അംബരീഷന്റെ അടുത്ത് ചെന്ന് പറയൂ. അങ്ങനെ അംബരീഷന്റെ കാൽക്കൽ വന്ന് വീഴാൻ ഭാവിക്കുകയാണ് ദുർവാസാവ്. അപ്പോഴാണ് അംബരീഷനും സങ്കടമായത്. ഈ താപസൻ തൻ്റെ അടുത്ത് വന്നിട്ട് താൻ ഭിക്ഷ കൊടുത്ത് അദ്ദേഹത്തിനെ പൂജിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായില്ലോ. ആ ദുർവാസാവിനെ സന്തോഷിപ്പിക്കുകയും അംബരീഷൻ സുദർശനമൂർത്തിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ചു, ദുർവാസാവിന്റെ ക്ലേശങ്ങളില്ലാതെയാക്കി, അദ്ദേഹത്തിന് ഭിക്ഷ കൊടുത്തു, സന്തോഷിപ്പിച്ചയച്ചു. അംബരീഷന്റെ ഭക്തിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദുർവാസാവ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ്. അല്ലാതെ ദുർവാസാവ് മഹർഷിക്ക് വിവരമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. ഈ ഭക്തന്റെ പേര് ലോകം മുഴുവനും വ്യാപരിക്കാൻ കാരണമായി ഈ ഒരു പ്രവൃത്തി. അതാണ് ഭക്തന്റെ മഹത്വത്തെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലീല ആടിയത് എന്ന് പറഞ്ഞു. മറ്റൊരു അവസരം ദുർവാസാവിന്റെ അനുഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാന് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ്. ഒരിക്കൽ ദ്വാരകയിലെത്തിയെന്നാണ്. ഭഗവാൻ രുക്മിണി ദേവിയോടുകൂടി ഇരിക്കുന്ന വേളയിൽ അവിടേക്ക് പ്രവേശിച്ചു, കൊട്ടാരത്തിലേക്ക് ദുർവാസാവ് മഹർഷി. വേഗം ഓടി വന്നു. രുക്മിണി ദേവിയും ശ്രീകൃഷ്ണനും ദുർവാസാവിനെ സ്വീകരിച്ചു. അപ്പൊ ദുർവാസാവ് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം, ഇപ്പോൾ തന്നെ
നിങ്ങൾ തയ്യാറാക്കി തരണം. വേഗം രുക്മിണി ദേവിയും ശ്രീകൃഷ്ണനും കൂടിയിട്ട് അനേകം വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. ആദ്യം ദുർവാസാവിനെ ഇരുത്തി സമീപത്ത് തന്നെ ഭഗവാനും ഇരുന്നു. ഗൃഹനാഥനാണല്ലോ, നമ്മൾ അങ്ങനെ വേണമെന്നാണ്. അതിഥിയെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അതിഥിയുടെ ഒപ്പം ആതിഥേയനായിട്ട് ഗൃഹനാഥനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാളും കൂടി ഇരുന്നിട്ട് അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കണം, അവർക്ക് വിളമ്പി കൊടുക്കണം. അതൊക്കെ ആതിഥ്യ മര്യാദയാണ്. അപ്പോൾ ദുർവാസാവിനെ ഇരുത്തി തൊട്ടിപ്പുറത്ത് ശ്രീകൃഷ്ണനും ഇരുന്നു. രുക്മിണി ദേവി വിളമ്പി കൊടുത്തു. എല്ലാ വിഭവങ്ങളും വിളമ്പിയ ശേഷം ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പൊ അതിനാണ് ആദ്യം കയ്യിലൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം, ആ ജലം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എന്നും പ്രസാദം കഴിക്കാറല്ലേ, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ ഈ പ്രാർത്ഥന ചെയ്യാനൊക്കെ ആയിട്ട് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. രണ്ടുപേർക്കും വേണം. രുക്മിണി ദേവിക്ക് സംശയമായി, ആദ്യം മഹർഷിയുടെ കയ്യിൽ കൊടുക്കണോ അതെയോ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് രുക്മിണി ദേവി ആലോചിച്ചു, ഒരു സ്ത്രീക്ക് പതിവ്രതാധർമ്മം അനുസരിച്ച് എല്ലാവരേക്കാളും പ്രാധാന്യം ഭർത്താവിനാണ്. ഇവിടെ ദുർവാസാവ് തന്റെ മുന്നിലുണ്ട്, അദ്ദേഹം അതിഥിയാണ്, താപസനുമാണ്. എന്നാലും അതിലും പ്രാധാന്യം ഭർത്താവിനാണ്. അതുകൊണ്ടാണ് ആദ്യം ശ്രീകൃഷ്ണന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു. അപ്പൊ ദുർവാസാവിന് ദേഷ്യം വന്നു. കൃഷ്ണൻ ആദ്യം കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ലേ കൃഷ്ണന്റെ കയ്യിൽ ആദ്യം വെള്ളം ഒഴിച്ചു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു ദുർവാസാവ്. ദേഷ്യം വന്നു. ഈ ദേഷ്യം തീർത്തത്, ദേഷ്യം രുക്മിണിയോടാണെങ്കിലും അത് പ്രകടിപ്പിച്ചത് ശ്രീകൃഷ്ണന്റെ നേരെയാണ്. ചൂടുള്ള പായസം എടുത്ത് കൃഷ്ണന്റെ തലയിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു. പെട്ടെന്നാണ് ഈ പ്രവൃത്തികളൊക്കെ. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അതിങ്ങനെ ശരീരത്തിൽ കൂടിയിട്ട് ഒലിച്ചിറങ്ങുകയാണ്. മിണ്ടാതെ ഇങ്ങനെ തൊഴുതിരുന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത നിമിഷം ഒരു അനുഗ്രഹം കൊടുത്തു. കൃഷ്ണ, ഈ പായസം സ്പർശിച്ച ഇടം വജ്രതുല്യമായി തീരട്ടെ, അസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽക്കാതിരിക്കട്ടെ. കാൽപാദത്തിൽ മാത്രം അതേ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് വേടൻ അസ്ത്രം അയച്ചപ്പോൾ ആകെ കൊണ്ടത് അവിടെയാണ്. അവിടെ മുറിയോ ചെയ്തു. കഴിഞ്ഞില്ല. അവിടുന്ന് വീണ്ടും ദുർവാസാവ് കുറച്ചു സമയം വിശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറയാണ്, എനിക്ക് ദ്വാരകാപട്ടണം കാണണം, അതിന് നിങ്ങൾ എന്നെ കൊണ്ടുപോകുക. വേഗം തേര് കൊണ്ടുവരാൻ പറഞ്ഞു. തേര് കൊണ്ടുവന്നു. ദുർവാസാവ് അതിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, കുതിരകളെയൊക്കെ അഴിച്ചു കളഞ്ഞു, കുതിരകളെയൊക്കെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. മാറ്റി. കൃഷ്ണനും രുക്മിണിയും കൂടി തേര് വലിച്ചോളൂ. ആ തേരിന്റെ തണ്ട് രണ്ടുപേരും തോളത്ത് വെച്ച് ദുർവാസാവിനെ അതിലിരുത്തി വലിച്ചുകൊണ്ട് ദ്വാരകാപട്ടണത്തിൽ കൂടിയിട്ട് പ്രദക്ഷിണമായിട്ട്. ആരാ കൃഷ്ണൻ? ദ്വാരകാധീശനാണ്. ജനങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ഈ ദുർവാസാവിനെ. അതിൻ്റെ ഉള്ളിൽ ഒരു മടിയും കൂടാതെ അദ്ദേഹത്തിനെ പട്ടണം മുഴുവനും ചുറ്റി നടത്തി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ആ ഭഗവാന്റെ മുന്നിൽ എത്രത്തോളം സത്വഗുണമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോപിക്കുമോ എന്ന് പരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ദുർവാസാവ് മഹർഷി വന്നു എന്ന് പറഞ്ഞു. ഇതേപോലെ മറ്റൊരവസരത്തിൽ പാണ്ഡവ പത്നിയായിട്ടുള്ള പാഞ്ചാലിയെ അനുഗ്രഹിച്ചു. അതും ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹമാണ്. ഒരിക്കൽ അദ്ദേഹം നദിയിൽ സ്നാനത്തിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ശക്തമായ ഒഴുക്കിൽ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം, അരയിൽ ഉരുത്തിരുന്ന വസ്ത്രം അഴിഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ട് പോയി. അദ്ദേഹത്തിന് ഈ വസ്ത്രമില്ലാതെ കരയിലേക്ക് കയറാനൊരു മടി. മറ്റു ജനങ്ങളുടെ മുൻപിൽ, ഇപ്പൊ താനൊരു യോഗിയാണെങ്കിലും താപസനാണെങ്കിലും മറ്റു ജനങ്ങളുടെ മുന്നിൽ കൂടി എങ്ങനെയാണ് വിവസ്ത്രനായിട്ട് പോവുക? അദ്ദേഹം ആകെ വിഷമിച്ചു. അപ്പൊ ഈ രംഗം, അതായത് ദുർവാസാവ് മഹർഷി നദിയിലിറങ്ങുന്നു, അദ്ദേഹത്തിന് വസ്ത്രം നഷ്ടപ്പെടുന്നു. ഇത് കാണുന്ന ഈ പാഞ്ചാലി തൻ്റെ ഉത്തരീയം എടുത്ത് ആ നദിയിൽ കൂടിയിട്ട് അങ്ങോട്ട് ഒഴുക്കിയിട്ട് കൊടുത്തു. വേഗം ഈ മഹർഷി ആ വസ്ത്രം എടുത്ത് ധരിച്ചു. കരയ്ക്ക് കയറിയിട്ട് ഒരു സങ്കല്പം ചെയ്തിട്ടാണ് പോയത്, നിനക്കും വസ്ത്രം അനുഗ്രഹമായി തീരട്ടെ. അവിടുന്ന് അങ്ങോട്ട് പോയി. അത് തന്നെയാണ് പിന്നീട് കൗരവസഭയിൽ ദുശാസനാൽ അപമാനിക്കപ്പെടുന്ന പാഞ്ചാലിക്ക് അനുഗ്രഹം വസ്ത്രരൂപത്തിലാണ് വന്നത്. അപ്പൊ മുൻപ് ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലമാണ് പാഞ്ചാലിക്ക് വസ്ത്രരൂപത്തിൽ കിട്ടിയത്. നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ട് വെറുതെ കൃഷ്ണനെ വിളിച്ചു കൂക്കിയത് കൊണ്ട് കാര്യമില്ല.
പ്രാർത്ഥിച്ചാലും ഫലം കിട്ടില്ല. എന്താ കാരണം? കൊടുത്തിട്ടുണ്ടാവണം. നമ്മൾ ഈ കൊടുക്കുക എന്ന കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് കിട്ടൂ. പൂർവ്വജന്മത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലേ ഈ ജന്മത്തിൽ അതിന്റെ ഫലം കിട്ടൂ. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യൂ, ദാനം ചെയ്യൂ, അന്നം ദാനം ചെയ്യൂ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യൂ. യജ്ഞത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ താല്പര്യമില്ലേ, മറ്റാർക്കെങ്കിലും കൊടുക്കാം. നമുക്ക് എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു അംശം ദാനം ചെയ്യാൻ പറയേണ്ടത് അതുകൊണ്ടാണ്. കൊടുക്കുക. അങ്ങനെ കൊടുത്താലത്തെ ഗുണം എന്താണ്? നമുക്കൊരു പക്ഷേ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരം, വാർദ്ധക്യത്തിൽ മാത്രമൊന്നുമല്ല, വിശന്നിരിക്കുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, കയ്യിൽ പണമില്ല, പണം മുഴുവൻ നഷ്ടപ്പെട്ടു, ഭക്ഷണം വാങ്ങാൻ നിവൃത്തിയില്ല, വിശന്നിരിക്കുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്നിട്ട് നമുക്ക് ഭക്ഷണം തരും. ഒരു പരിചയമില്ലാത്ത ആൾ നമുക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുതരും. ഇതൊക്കെ എത്രയോ അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയാം. വേറെ എവിടെയും പുസ്തകം നോക്കി പറയണ്ട, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പൊ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം തന്നെയാണ് നമുക്ക് വരിക ജീവിതത്തിൽ. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ദാനം ചെയ്യുക തന്നെ വേണം. അന്നം ദാനം ചെയ്യണം ധാരാളമായിട്ട്. ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന, കൊടുത്തു തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അന്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ശ്രേയസ്സായി വരിക. ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദുർവാസ അവതാരം, ഭഗവാൻ ശ്രീരുദ്രന്റെ തന്നെ, ശ്രീപരമേശ്വരന്റെ തന്നെ അവതാരമാണ് ദുർവാസാവ് മഹർഷി എന്നും കൂടി പറഞ്ഞിട്ടാണ് ശതദ്രു സംഹിതയിലെ ആ കഥാഭാഗത്തെ സമർപ്പിക്കുന്നത്. നമുക്കും സമർപ്പിക്കാം. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.